എല്ലാവർക്കും ശ്രീമാത്രേ നമഃ. അപ്പൊ അങ്ങനെ 64 ഉപചാരങ്ങൾ കൊടുത്ത് ദേവിയെ നമ്മള് ശ്രീചക്രത്തിന്റെ ബിന്ദുവിൽ നിന്ന് വിളിച്ച് നമ്മൾ താഴെ കൊണ്ടുവന്ന് നമ്മുടെ അമ്മയാക്കി, നിങ്ങളുടെ ഓരോരുത്തരുടെ അമ്മയാക്കി, എന്റെ അമ്മയാക്കി. ഇതുവരെ നമ്മൾ ഡിസ്റ്റൻസിൽ ഇരിക്കുകയായിരുന്നു അമ്മ. അപ്പൊ നമ്മുടെ ഓരോരുത്തരുടെ അമ്മയാണ് അല്ലേ. അപ്പൊ എന്റെ അമ്മ എന്നുള്ള ഒരു പ്രത്യേകത ഓരോരുത്തർക്കും ഉണ്ട്. നമുക്ക് നമ്മുടെ എല്ലാം കോമൺ ആയിട്ടിരിക്കുന്ന അമ്മ ഇന്നിപ്പോ ആരാണ്? എന്റെ ഓരോരുത്തരുടെയും ഹൃദയപത്മത്തില് അവനവന്റെ അമ്മയായിട്ട് മാറിയിരിക്കുകയാണ്. അമ്മ 64 ഉപചാരം ഗന്ധ പുഷ്പ ധൂപ ദീപ നൈവേദ്യത്തിലൂടെ ശരീര സമർപ്പണം, അതുകൊണ്ട് മനോലയ കർപ്പൂര നീരാഞ്ജനവും കൂടി കൊടുത്തു കഴിഞ്ഞ് അത് സാധാരണ 64 ഉപചാരത്തില് കർപ്പൂര നീരാഞ്ജനം വരാറില്ല നമ്മള്, കാരണം അതിന് പകരം മംഗള ആരതി കൊടുത്തു കഴിഞ്ഞു ആദ്യമേ തന്നെ. ഛത്രം, ചാമരം, ദർപ്പണം, താലവൃന്ദം എല്ലാം കൊടുത്ത് ദേവി സന്തോഷവതിയായിട്ട്, ദേവി പൂർണ്ണ തൃപ്തിയോടെ തന്റെ മക്കളെ അനുഗ്രഹിച്ചതിന് ശേഷം അമ്മ എവിടെയാണോ വന്നത്, നമുക്കും എല്ലാം തിരിച്ച് യാത്രയുണ്ട്. നമ്മൾ ഈ ഭൂമിയിലെ പെർമനന്റ് അല്ല, നമ്മൾ താൽക്കാലികമായിട്ട് വന്നവരാണ്. നമ്മുടെയും തിരിച്ചു യാത്ര നമ്മുടെ സ്വന്തം ഗൃഹമാകുന്ന ആ ഓംകാരത്തിലേക്ക് തിരിച്ച് പ്രവേശിക്കേണ്ടതായിട്ടുണ്ട്. നാദത്തിലൂടെ കർമ്മത്തിലൂടെയൊക്കെ നമ്മൾ ഈ ഭൂമിയിൽ വന്നവരാണ്. ദേവി എങ്ങനെയാണോ തിരിച്ചു പോയി എന്ന് നമ്മൾ സങ്കല്പിക്കുന്നത്, ഈ ഭുവനങ്ങൾക്ക് അപ്പുറത്തിരിക്കുന്ന മണിദ്വീപത്തിലേക്കുള്ള യാത്ര പോലെ നമ്മൾ എപ്പോഴാണോ ശരീരം ഇരിക്കുമ്പോൾ ശരീരത്തിനകത്തുള്ള മണിദ്വീപത്തിൽ പോകുന്നത്, അതുപോലെ ശരീരം ഉപേക്ഷിച്ചു കഴിയുമ്പോൾ ആ ഒരു മണിദ്വീപത്തിലേക്ക് നമ്മുടെ ആത്മാവിന്റെ ദേഹിയുടെ ഒരു യാത്രയുണ്ട്. അപ്പൊ അതുപോലെ തന്നെ നമ്മൾ ദേവിയുടെ കൂടെ അപ്പൊ പോകുന്നത് ആരാണ്? ആ ദ്വീപിലേക്ക് പോകുന്നത് അമ്മയോടുകൂടി ചേർന്ന് നമ്മുടെ ആത്മാവായിരിക്കട്ടെ. അപ്പൊ അങ്ങനെ നമ്മൾ ആ എല്ലാ ഉപചാരങ്ങളും കൊടുത്തു കഴിയുമ്പോൾ ഏറ്റവും വലിയ ഉപചാരം എന്താണ്? ആത്മസമർപ്പണമാണ് അല്ലെ. അപ്പൊ നമ്മുടെ എല്ലാ ഷഡ് ചക്രങ്ങളും എല്ലാ ഗ്രന്ഥികളും തുറന്ന സഹസ്രാര പത്മത്തിൽ ശിവനുമായിട്ട് മേളിച്ച ശക്തിയുടെ ആ ഒരു അമൃത ചഷകവും നമ്മൾ കൊടുത്ത് ആ ഐക്യ രൂപം, ശിവശക്തി ഐക്യ രൂപേണ നമ്മള് സങ്കല്പിച്ചു കഴിഞ്ഞു. ആ സങ്കല്പങ്ങളെല്ലാം യാഥാർത്ഥ്യമാകട്ടെ. കാരണം ഭാവന എന്ന് പറയുന്നത്, ഭാവനയിലൂടെ മാത്രമേ നമുക്ക് ഭാവനാഗമ്യ, അപ്പൊ നമ്മുടെ ഭവാരണ്യ കുഠാരികയായിരിക്കുന്ന ദേവിക്ക് ഭാവന കൊണ്ട് മാത്രമേ നമുക്ക് ദേവിയുടെ അടുത്ത് എത്താൻ പറ്റുള്ളൂ. കാരണം ശരീരം എന്ന ലിമിറ്റേഷൻ നമുക്ക് ഓരോരുത്തർക്കും ഉണ്ട്. ശരീരത്തിൽ ഇരുന്നു കൊണ്ട് നമ്മുടെ ഭാവനയിലൂടെ ആ പദത്തിലേക്ക്, ഏറ്റവും ഉയർന്ന കൈവല്യ പദത്തിലേക്കുള്ള യാത്രയാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതില് 64 ഉപചാരങ്ങൾ തീർന്നു. അപ്പൊ ഇനി എന്താണ് ദേവിക്ക് നമ്മൾ ചെയ്യാൻ പോകുന്നത്? സാധാരണ ഒരു ശ്രീവിദ്യ ഉപാസകൻ ദശമുദ്ര സമാരാധ്യ, 9 മുദ്രകള്. 10ാമത്തെ ത്രികണ്ഠ മുദ്ര എന്ന് പറയുന്നത് ആവാഹന മുദ്രയാണ്. അത് മുദ്രകളിൽ ചേർക്കാറില്ല. സാധാരണ മഹാഷോഡശി കിട്ടിയ ഒരു വ്യക്തിക്ക് മാത്രമേ ത്രികണ്ഠ മുദ്ര കാണിക്കാൻ പാടുള്ളൂ എന്നായിരുന്നു തന്ത്രശാസ്ത്രം പറയുന്നത്. ഇപ്പൊ ആവാഹന മുദ്രയായിട്ട് നമ്മൾ അത് ഉപയോഗിക്കണം. അപ്പൊ ദേവിക്ക് 9 മുദ്രകള്, അപ്പൊ 9 ആവരണങ്ങള്, ശ്രീചക്രത്തിലെ 9 ആവരണങ്ങൾ തുറക്കണം അല്ലെ. നമ്മള് ആ ഒരു ഹയർ ലെവൽ ഓഫ് ബ്ലിസ്, ആ ഒരു ബ്ലിസ്ഫുൾ സ്റ്റേറ്റിലേക്ക് പോകണമെങ്കിൽ നമ്മുടെ 6 ആവരണങ്ങള്, ആ 6 ആവരണങ്ങളെ +3, 6+3, ശ്രീചക്രം എന്ന് പറഞ്ഞാൽ നവദ്വാരേ പുരേ ദേഹി, നമ്മുടെ ശരീരമാകുന്ന ഈ ഒരു ശരീരത്തിൽ 9 ആവരണങ്ങൾ ഉണ്ടെന്നും അതിന് 9 ദ്വാരത്തോടു കൂടിയ ആ ഒരു ശരീരത്തെ നമ്മൾ മനുഷ്യ ശരീരം ക്ഷേത്രം എന്നും പറഞ്ഞു. ആ ക്ഷേത്രത്തിലെ ക്ഷേത്രജ്ഞനാണ് ദേവി. അപ്പൊ നമ്മൾ ഇതെല്ലാം ദേവിക്ക് എന്തിനാണ് ഈ പറയുന്ന 10 മുദ്രകൾ കാണിക്കുന്നത്? നമ്മളെ ഹയർ ലെവൽ, ആദ്യത്തെ 5 മുദ്രകളെ പഞ്ചഭൂതങ്ങളെ കാണിക്കുന്നു. അത് കഴിഞ്ഞിട്ടുള്ള മുദ്രകളെല്ലാം തന്നെ ഹയർ ലെവൽ ഓഫ് ബ്ലിസ്ഫുൾ സ്റ്റേറ്റിനെയാണ് കാണിക്കുന്നത്. അപ്പോ ഇത് 10 മുദ്രകൾ കാണിച്ചിട്ട് എന്ത് ചെയ്യണം? നമ്മൾ 3 പ്രാവശ്യം ഈ പഞ്ചദശി മന്ത്രം ഉപയോഗിച്ച് തർപ്പണം കൊടുക്കണം. തർപ്പണം എന്ന് പറഞ്ഞാൽ വലത് കൈയിൽ ജലം എടുത്ത് ശ്രീചക്രത്തിൽ തർപ്പിക്കണം. ഭാവന വിഷയം അഭേദ ഭാവനം തർപ്പണം. എന്താ തർപ്പണത്തിന്റെ അർത്ഥം? ഞാൻ ഭാവന ചെയ്ത എല്ലാ വിഷയങ്ങളും അഭേദ ഭാവനം, യാതൊരു ഭേദവ്യത്യാസവും ഇല്ലാതെ സംഭവിക്കട്ടെ, അതിനുവേണ്ടി ഞാനിതാ ജലത്തെ തർപ്പിക്കുന്നു. എന്ത് ജലം നമ്മളെ കയ്യിലെടുത്ത് ശ്രീചക്രത്തിൽ, അതാണ് സത്യവാക്മൂലം കൊടുക്കുന്ന പോലെയാണ് അമ്മയ്ക്ക്. നമ്മൾ കോടതിയിൽ ഒരു ഹോളി ടെക്സ്റ്റ് ഭഗവത്ഗീതയെ തൊട്ടിട്ട് ഒരു സത്യവാക്മൂലം കൊടുക്കും. സത്യം, ഞാൻ ഈ ഗ്രന്ഥത്തെ തൊട്ട് സത്യം ചെയ്യുന്നു എന്ന് പറയുന്ന പോലെ ഏറ്റവും സത്യവസ്തു എന്താണ്? നമ്മുടെ പ്രാണനെ വഹിക്കുന്ന ജലമാണ്. ആ ജലത്തെ കയ്യിലെടുത്തുകൊണ്ട് ശ്രീചക്രത്തില് 3 തവണ പഞ്ചദശി ജപിച്ചുകൊണ്ട് ഭാവന വിഷയാനം അഭേദ ഭാവനം തർപ്പണം എന്ന് പറഞ്ഞ് ദേവിക്ക് ഈ തർപ്പണം അവസാനം ചെയ്യുമ്പോൾ മനസ്സിലാകുന്നത് എന്താണ്? ഈ ചതുഷ്ഷഷ്ടി ഉപചാരങ്ങളെല്ലാം തന്നെ നിർഗുണ സച്ചിദാനന്ദ ബ്രഹ്മമായിരിക്കുന്ന ശിവതത്വത്തെ നമ്മൾ ദേവീ തത്വത്തിലൂടെ മനസ്സിലാക്കി അന്ധകരണ ശുദ്ധി വരുത്തുവാനാണ്. ഈ സത്യമാണ് നമ്മൾ മനസ്സിലാക്കുന്നത്.
കാരണം ഈ കാണുന്ന നാമരൂപങ്ങളും ഇപ്പൊ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാം തന്നെ എന്താണ്? ആ സച്ചിദാനന്ദ ബ്രഹ്മമായിരിക്കുന്ന ശിവതത്വം. നമ്മൾ ദേവി എവിടെയാ നമ്മളെ കൊണ്ടുപോകുന്നത്? ശിവോഹം എന്ന് പറയുന്ന ആ ഒരു തലത്തിലേക്ക്. അഹം ശിവഹ. അപ്പോ നിർവാണ അഷ്ടകത്തില് അവസാനം പറയുന്ന പോലെ അഹം നിർവികൽപ്പോ നിരാകാര രൂപോ വിഭുത്വാർച്ച സർവത്ര സർവേന്ദ്രിയാണം, അല്ലെ? എല്ലാ ഇന്ദ്രിയങ്ങൾക്കും അപ്പുറത്തുള്ള ശിവോഹമാണ്. ആ തലത്തിലേക്കാണ് ഈ നാമരൂപങ്ങളിലൂടെ ദേവി കളിച്ചത്, നമുക്ക് കാണിച്ചു തന്നത്. ദേവിയുടെ ഇഷ്ടം എന്താ? ദേവി ശിവയാണ്, അല്ലെ? ആ ശിവതത്വമാണ്. ആ ശിവന്റെ ഉള്ളിലിരിക്കുന്ന ആ മഹാശക്തിയാണ് ദേവി എന്ന് നമുക്ക് എപ്പോഴാണോ നമ്മൾ ഈ തത്വത്തെ അറിയുന്നത്, ശിവനുള്ളിൽ മറയും. അപ്പോൾ അതിനെയാണ് ശിവലിംഗം എന്ന് പറയുന്നത്. ലിംഗരൂപിയായിട്ടുള്ള ശിവൻ, അടയാള മാത്രമായിട്ടുള്ള സ്വരൂപം. അപ്പൊ നിഷ്കള സ്വരൂപമായിരിക്കുന്ന ശിവനും ആ ഒരു ദേവി സകല സഗുണ ബ്രഹ്മമായിട്ട് സകല സ്വരൂപത്തില് നാമരൂപങ്ങളോടുകൂടി പുറത്തും എന്താ പറയാ ഈ പ്രപഞ്ചത്തെ നിർമ്മിച്ച് പരിപാലിച്ച് തന്നിൽ ലയിപ്പിച്ചുകൊണ്ടേയിരിക്കുന്നു. അപ്പൊ നമ്മൾ ഈ 64 ഉപചാരം എന്താണ് ചെയ്തത്? നമ്മുടെ ഭാവനയിലൂടെ ഈ സത്യത്തെ അറിഞ്ഞു. അപ്പൊ നിർഗുണ സച്ചിദാനന്ദ ബ്രഹ്മമായിരിക്കുന്ന ശിവതത്വത്തെ നമ്മൾ ദേവീ തത്വത്തിലൂടെ മനസ്സിലാക്കുമ്പോൾ നമുക്ക് എന്താ വരുന്നത്? നമുക്ക് എന്തുകൊണ്ടാണ് പഞ്ചദശി മന്ത്രം നമുക്ക് ഈ ഓരോ തലത്തിലേക്കും ഓരോ നമ്മുടെ ഗുരുപരമ്പര നമുക്ക് ഓരോന്ന് നിർദ്ദേശിച്ചിരിക്കുന്നത്? അന്ധകരണ ശുദ്ധി. നമുക്കറിയാം നമ്മുടെ അന്ധകരണം എന്ന് പറയുന്ന 4 ചേംബറോട് കൂടിയാണ്. മനസ്സ്, ബുദ്ധി, ചിത്തം, അഹങ്കാരം. അതിൽ ചിത്തശുദ്ധിയാണ് ഇതിൽ ഏറ്റവും പ്രധാനം. ഈ പറയുന്ന തർപ്പണവും ബാഹ്യപൂജകളും എല്ലാം തന്നെ ചിത്തശുദ്ധിക്ക് വേണ്ടിയാണ്. അപ്പൊ നമ്മൾ ദേവീ തത്വത്തിലൂടെ ഇപ്പൊ എന്താ ഈ 64 ഉപചാരത്തിലൂടെ ആ ഫ്രം ദ ഡേ 1 ഫ്രം ദ ഇനിസിയേഷൻ അവസാനം നമ്മുടെ ശരീരവും മനസ്സും സമർപ്പിക്കുന്നത് വരെയുള്ള 64 ഉപചാരങ്ങളിലൂടെ നമ്മൾ മനസ്സിലാക്കണു ഈ നാമരൂപങ്ങളെല്ലാം താൽക്കാലികമാണ്. ഇത് ദേവി മായയിലൂടെ നടത്തുന്ന ഒരു ഭ്രമമാണ്. നമുക്ക് തിരിച്ചുപോക്കൊണ്ട് ആ ശിവതത്വത്തിലേക്ക്. അപ്പൊ നിർഗുണമായിരിക്കുന്ന സച്ചിദാനന്ദ സ്വരൂപമായിരിക്കുന്ന ആ ശിവതത്വം, പരഭൈരവനായിരിക്കുന്ന ശിവനാണ് നമ്മുടെ ആത്മതത്വമായിട്ട് എല്ലാത്തിനും സാക്ഷീഭൂതനായിട്ട് ഇരിക്കുന്നത്. അപ്പൊ ഈ ഒരു പഞ്ചദശി മന്ത്രം ജപിക്കുമ്പോൾ എന്താ നമ്മൾ പറയുന്നത്? പ്രപഞ്ച സ്വരൂപിണിയായിരിക്കുന്ന ദേവിയെ നമസ്കരിക്കുകയാണ്. 15 തത്വങ്ങളിലൂടെ 15 തിഥി നിത്യ ദേവതകളിലൂടെ ഈ പ്രപഞ്ചത്തെ ഉണ്ടാക്കിയിരിക്കുന്ന ദേവിക്ക് സമർപ്പിക്കുകയാണ് ആ ജലം. കാരണം ഈ പഞ്ചഭൂതങ്ങളിൽ ജലമാണ് ഏറ്റവും പ്രധാനം. ജലമാണ് നമ്മുടെ ആത്മാവായിട്ടിരിക്കുന്നത്. അപ്പൊ ഈ പഞ്ചദശി മന്ത്രം കൊടുക്കുമ്പോൾ നമ്മൾ എന്താ ആ ഒരു ആദ്യത്തെ കൂടം നമുക്ക് ഡ്യുവാലിറ്റി ഇല്ലാതാക്കണു. ആദ്യത്തെ കൂടം എന്താണ്? പഞ്ചദശി മന്ത്രത്തിന്റെ ഈ ലഹരിം എന്ന് പറയുന്നത് നമ്മുടെ എന്താ ആ ഒരു 2 ദ്വൈത പ്രപഞ്ചത്തെ ഇല്ലാതാക്കി രണ്ടാമത്തെ കൂടമായിരിക്കുന്ന ആ ഒരു കൂടം. ഞാൻ മന്ത്രാക്ഷരങ്ങൾ പറയുന്നില്ല, കാരണം രണ്ടാമത്തെ കൂടം നമുക്ക് എന്താ തരുന്നത്? പ്രാക്ടിക്കൽ നോളജ്. നമ്മുടെ വിജ്ഞാനമാക്കി തരുകയാണ് നമ്മുടെ സാധന. നമ്മൾ ജ്ഞാനം എന്തൊക്കെ നേടിയാലും വിജ്ഞാന സഹിതമല്ലെങ്കിൽ നമുക്ക് അനുഭവവേദ്യമാവുന്നില്ല. അപ്പൊ ആ അനുഭവത്തെ തരുന്ന രണ്ടാമത്തെ കൂടം. മൂന്നാമത്തെ കൂടം എന്താണ്? ആ ഒരു കണ്ടിന്യൂസ് ബ്ലിസ്ഫുൾ സ്റ്റേറ്റിലേക്ക്, അതിനെയാണ് ജീവൻ മുക്തി എന്ന് പറയുന്നത്. അപ്പൊ മൂന്നാമത്തെ കൂടം പഞ്ചദശി നമുക്ക് തരുന്നത് ജീവൻ മുക്തി. അങ്ങനെ പഞ്ചദശാക്ഷരി മന്ത്രത്തിന്റെ 3 കൂടം, മൂലകൂടത്രയ കളേബരയായിരിക്കുന്ന ദേവി സാക്ഷാൽ ലളിതാ മഹാ ത്രിപുര സുന്ദരിയുടെ 3 കൂടങ്ങളെ നന്നായിട്ട് മനസ്സിലാക്കുമ്പോൾ ആദ്യത്തെ കൂടം നമുക്ക് എന്താ തരുന്നത്? ആ ഒരു പ്രാക്ടിക്കൽ നോളജ് എന്ന് പറയുന്ന വിജ്ഞാനവും. രണ്ടാമത്തെ കൂടം നമുക്ക് തരുന്നത് ഓരോ സാധകനെയും അവന്റെ എന്താ പറയാ ആ ഒരു അറിവ് തന്ന് ആ അറിവിലൂടെ നമുക്ക് വിജ്ഞാനത്തെ തരും. മൂന്നാമത്തെ കൂടം എന്ന് പറയുന്നത് ആ ഒരു ജീവൻ മുക്തി, അതായത് ബ്ലിസ്ഫുൾ സ്റ്റേറ്റിലേക്ക് ഉയർത്തുകയാണ് ചെയ്യുന്നത്. അപ്പൊ ഈ പഞ്ചദശി മന്ത്രം എന്ന് പറഞ്ഞാൽ എന്താ? ടോട്ടാലിറ്റിയില് ആ ശിവഭാവത്തിലേക്ക് നമ്മുടെ ശരീരബോധത്തിൽ നിന്ന് ശിവബോധം എന്ന് പറഞ്ഞാൽ എന്താ? ശരീരത്തെ വിട്ടു നിൽക്കുന്നതാണ് ശിവബോധം, അല്ലെ? ശരീരവുമായിട്ട് യാതൊരു താതാത്മ്യവും ഇല്ലാത്ത ശിവബോധത്തിലേക്ക് ഉയർത്തുന്നതാണ് എന്ത്? ഈ പഞ്ചദശാക്ഷരി മന്ത്രം. ഈ മന്ത്രം എന്താണ്? ഈ പ്രപഞ്ച മന്ത്രമാണ്, പ്രാണമന്ത്രമാണ്. ഈ പ്രപഞ്ചത്തിൽ ഇരിക്കുന്ന എല്ലാം എന്താണ്? ആ ഒരു പഞ്ചദശി മന്ത്രത്തിന്റെ ആ ഒരു അതിനകത്ത് ഉൾപ്പെടുന്നതാണ്. അപ്പൊ നമ്മളിപ്പോ എവിടെ എത്തി? തത്വമസി മഹാവാക്യത്തിൽ എത്തി, അല്ലെ? ഐ ആം ദാറ്റ്, അതാണ് ഞാൻ. അപ്പൊ അഹം ബ്രഹ്മാസ്മി, ഈ 2 സ്റ്റേറ്റിലേക്കും നമ്മളെ ഇപ്പോ ആജ്ഞാചക്രം എന്ന് പറയുന്ന ഹം ഷം എന്ന് പറയുന്ന ആ മൂല ത്രികോണം, അതായത് അഹം. അപ്പോ ആ ഒരു ആദ്യത്തെ ത്രികോണത്തിന്റെ 3 കൂടങ്ങൾ, 3 ആ മൂലകളിൽ ഇരിക്കുന്ന എന്താണ്? ഷം, ലം, ഹം. അപ്പൊ ഈ 3 അക്ഷരങ്ങളാണ് താഴോട്ടുള്ള ത്രികോണമായിട്ടിരിക്കുന്നത്.
അവിടെ എന്താണ് അകത്ത് വരുന്നത്? ആ ത്രികോണത്തിനകത്ത് അഹം സഹ. അപ്പം അഹം സഹ എന്ന് പറഞ്ഞാൽ എന്താ? സഹ അഹം. എന്താ ഇത്? തത്വമസി മഹാവാക്യമാണ്. ഹംസ സോഹം, സോഹം ഹംസ. ഞാൻ അതാണ്, ഞാൻ അതാണ് എന്ന് അജപാ ഗായത്രിയായിട്ട് നമ്മൾ 21,600 പ്രാവശ്യം ഡെയിലി രാവിലെ മുതൽ രാത്രി വരെ ഓരോ ജീവനും ശ്വസിക്കുന്ന പ്രാണമന്ത്രം ഞാൻ അതാണ്, അതാണ്, അതാണ്. ഏതാണ്? ആ നിത്യശുദ്ധ മുക്ത സ്വരൂപമായിരിക്കുന്ന പരബ്രഹ്മമാണ് ഞാൻ എന്നുള്ള തത്വത്തെയാണ് നമ്മൾ ജപിച്ചുകൊണ്ടിരിക്കുന്നത്. അറിയാതെ. ഇപ്പൊ എന്തായി? നമ്മൾ അറിഞ്ഞു അല്ലെ? അതാണ് ഞാൻ എന്നുള്ളത് അറിഞ്ഞു. അപ്പൊ ഇനി ദശമുദ്ര, ദേവിക്ക് ദശമുദ്രകൾ കാണിക്കുകയാണ്. 10 മുദ്രകളാണ്. ഏറ്റവും അമ്മയ്ക്ക് ഇഷ്ടപ്പെട്ട കർമ്മം എന്താണെന്ന് ചോദിച്ചാല് ദശമുദ്രകളാണ്. അതുകൊണ്ടാണ് ദശമുദ്ര സമാരാധ്യ. അപ്പൊ ദശമുദ്ര തത്വം എന്താണ് ശ്രീവിദ്യയിൽ നമുക്ക് നോക്കാം. ദശമുദ്രകൾ കാണിക്കുമ്പോൾ ദശമുദ്രകളെ കുറിച്ച് നമുക്ക് ഗിരിധരൻ സാറ് നല്ല ക്ലാസ് എടുത്തിട്ടുണ്ട്. ഞാൻ അതിലോട്ടൊന്നും പോകുന്നില്ല. പ്രാക്ടിക്കൽ ആയിരിക്കുന്ന ആ ഒരു ദശമുദ്രകളുടെ അർത്ഥം മാത്രമാണ് പറഞ്ഞു പോകുന്നത്. ദശമുദ്ര കാണിക്കുമ്പോൾ നമ്മൾ എന്താണ് ഉൾക്കൊള്ളേണ്ടത്? ഇപ്പൊ ദേവി ലളിതാ ത്രിപുര സുന്ദരിയെ അറിയണമെങ്കിൽ ഈ രഹസ്യങ്ങളെല്ലാം ഉപാസകനും അറിഞ്ഞിരിക്കണം. എന്താ രഹസ്യങ്ങള്? ഈ 64 ചതുഷ്ഷഷ്ടി ഉപചാരങ്ങളുടെ അർത്ഥം എന്ത്, ഇതിന്റെ ആന്തരിക തത്വം എന്ത് എന്ന് ഓരോരുത്തരും അറിഞ്ഞിരിക്കണം. അപ്പോ ശരിക്കും പറഞ്ഞാല് ഈ ഉപാസകന്റെ ദൃഷ്ടിയിൽ ഈ ഡ്യുവാലിറ്റി വരാൻ കാരണം നമുക്ക് യഥാർത്ഥ സ്വരൂപത്തെ അറിയാത്തത് കൊണ്ടാണ്. ഇപ്പൊ ക്രിയേഷൻ ഓഫ് ദ യൂണിവേഴ്സ് വിത്ത് ഇല്യൂഷണറി ഇഫക്റ്റ്, അതാണ് നടക്കുന്നത്. പ്രപഞ്ച നിർമ്മാണം എന്തിലാ നടക്കുന്നത്? മായാ തത്വത്തിലൂടെയാണ് നടക്കുന്നത്. 36 തത്വങ്ങളില് മായ എന്ന് പറയുന്ന തത്വം കാലത്തിലൂടെ, ടൈം ആൻഡ് സ്പേസിലൂടെയാണ് ഈ പ്രപഞ്ചത്തെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. നമ്മള് ഈ ടൈം ആൻഡ് സ്പേസിൽ പൊങ്ങുന്ന ചെറിയ ശരീരങ്ങളാണ്, ചെറിയ കുമിളകളാണ്. അത് എപ്പോ വേണമെങ്കിലും നഷ്ടപ്പെട്ടു പോകാം. പിന്നെയും വേറെ ഉടുപ്പിട്ട് വേറെ ശരീരം സ്വീകരിച്ചിവിടെ വരാം. അപ്പൊ ആദ്യം ദശമുദ്രകൾ കാണിക്കുമ്പോൾ നമ്മൾ അതിനെയാണ് ആദ്യത്തെ 5 മുദ്രകള്. കാരണം പഞ്ചഭൂതങ്ങളെ റെപ്രസെന്റ് ചെയ്തിട്ടാണ് ആദ്യത്തെ 5 മുദ്രകൾ. ഗ്രാം, ദ്രീം, ക്ലീം, ബ്ലൂം, സഹ കാണിക്കുന്ന 5 മുദ്രകള് എന്താണ്? ദേവി മഹാലളിതാ ത്രിപുര സുന്ദരിയുടെ സൃഷ്ടി നിർമ്മാണ പ്രക്രിയയാണ് കാണിക്കുന്നത്. അപ്പൊ ഈ യൂണിവേഴ്സ് എന്ന് പറയുന്നത് എന്താണ്? ഒരു മായാ പ്രപഞ്ചമാണ്. അമ്മയുടെ മായയിലൂടെ. ഇല്ലാതെ മായയുടെ ഉല്ലാസം ഒന്നും അറിവല്ലാതെ ഇല്ലനലനും. എല്ലാം അമ്മയുടെ ഒരു ഉല്ലാസം. അമ്മയുടെ ചെറിയ നേർത്ത ഇഴകൾ കൊണ്ട് നിർമ്മിച്ചിരിക്കുന്ന ഒരു മായാപടം കൊണ്ട് മറച്ചിരിക്കുകയാണ് നമ്മുടെ ബുദ്ധിയെ. നമുക്ക് അറിയാൻ പറ്റുന്നില്ല. അപ്പൊ അറിയണമെങ്കിൽ എന്ത് വേണം? ഈ ദേവിയെ തന്നെ ശരണാഗതി ചെയ്യണം അല്ലെ? ആദ്യത്തെ ദശമുദ്ര കാണിക്കുമ്പോൾ നമ്മൾ അറിയേണ്ടത് പ്രപഞ്ച നിർമ്മാണം എന്ന് പറയുന്നത് മായാ തത്വമാണ്. രണ്ടാമത്തെ എന്താണ്? ഇൻഡിക്കേറ്റ് ഹൗ ദ യൂണിവേഴ്സ് ഈസ് ഇക്വിപ്ഡ് വിത്ത് 5 ഓർഗൻസ്. ഈ 5 ഓർഗൻസ്, 5 ജ്ഞാനേന്ദ്രിയങ്ങൾ കൂടെയാണ് നമ്മൾ ഈ പ്രപഞ്ചത്തെ അറിയുന്നത്. ഈ 5 ജ്ഞാനേന്ദ്രിയങ്ങൾ ഇല്ലെങ്കിൽ മനുഷ്യന്റെ 5 ജ്ഞാനേന്ദ്രിയങ്ങൾ കൊണ്ടാണ് ഈ പ്രപഞ്ച വസ്തുക്കളെ എല്ലാം നമുക്കറിയുന്നത്. 5 വഴികളെ നമുക്കുള്ളൂ. നമുക്കറിയാം, ഇന്നലെ വളരെ വിശദമായിട്ട് കണ്ടുല്ലേ, മുഖത്തിരിക്കുന്ന 5 ജ്ഞാനേന്ദ്രിയങ്ങൾ. എങ്ങനെയാണ് നമ്മൾ അതിനെ യൂസ് ചെയ്യുന്നത്? അതിലൂടെ എങ്ങനെയാണ് നമ്മളെ എന്താ പറയുക കർമ്മേന്ദ്രിയങ്ങൾ പ്രവർത്തിക്കുന്നത്? എങ്ങനെയാണ് കർമ്മങ്ങളെ നമ്മളെ പുണ്യവും പാപവും ഉണ്ടാക്കുന്നത്? ഇതെല്ലാം നമുക്ക് ഈ ജ്ഞാനേന്ദ്രിയങ്ങൾ പറഞ്ഞു തരിക. കാരണം ജ്ഞാനേന്ദ്രിയങ്ങളില്ല. കണ്ണ് കണ്ടുകൂടെങ്കിൽ നമുക്ക് ഒരു ഭാഗം മറഞ്ഞുപോയി, കാണാൻ പറ്റില്ല. ചെവി കേട്ടുകൂടെങ്കിൽ അറിയാൻ പറ്റില്ല, കേൾക്കാൻ പറ്റില്ല. നാവില്ലെങ്കിൽ പറയാൻ പറ്റില്ല, മൂക്കില്ലെങ്കിൽ മണക്കാൻ പറ്റില്ല, രസനയില്ലെങ്കിൽ രുചിക്കാൻ പറ്റില്ല. അപ്പൊ ഈ 5 ഇന്ദ്രിയങ്ങളും മനുഷ്യന്റെ 5 വാതിലുകളാണ് പുറത്തേക്കുള്ള, പ്രപഞ്ചത്തിലേക്കുള്ള. അപ്പൊ ദേവി എവിടെയായിരിക്കുന്നത്? നമ്മുടെ ഉള്ളിലായിരിക്കുന്നത്. ദേവിയെ അറിയണമെങ്കിൽ എന്ത് വേണം? ഈ വാതിലുകൾ നമ്മൾ അടയ്ക്കണം. പുറത്തോട്ട് കാണുക, അതെല്ലാം അവിടെ വിട്ടേക്കുക. അകത്താണ് അമ്മ ഇരിക്കുന്നത്. ഗർഭഗൃഹത്തില്, ചിന്താമണി ഗൃഹത്തിന്റെ ഗുഹയ്ക്കകത്തിരിക്കുന്ന അമ്മയെ കാണണമെങ്കിൽ ഈ 5 ഇന്ദ്രിയങ്ങളും നമ്മൾ അകത്തേക്ക് തുറക്കണം. ഇതാണ് രണ്ടാമത്തത്. മൂന്നാമത്തത് എന്താണ്? നമ്മൾ ഇൻഡിക്കേറ്റ്സ് ഹൗ ദ മൈൻഡ് അട്രാക്ട് ദിസ് ഇല്യൂഷണറി ഒബ്ജക്ട്സ് ടുവേർഡ്സ് ഇറ്റ്. ഈ ഓരോ സാധകന്റെയും മനസ്സ് എങ്ങനെയാണ് ഈ നാമരൂപങ്ങളാകുന്ന മായാ വസ്തുക്കളെ തന്നിലേക്ക് ആകർഷിക്കുന്നത്? ഏറ്റവും പ്രധാനം, ദേവിക്ക് ഏറ്റവും നമ്മളെ അറിയണമെന്ന് ദേവിയുടെ ആഗ്രഹമുള്ള എന്താ? അമ്മ, അതാണ് അമ്മ ഈ മുദ്രയിലൂടെ കാണിക്കുന്നത്. ഒരു സാധകന്റെ മനസ്സ് എന്തുകൊണ്ട് ഈ പ്രപഞ്ചം നിർമ്മിച്ച അമ്മയിലേക്ക് തിരിയുന്നില്ല? ഈ വസ്തുക്കൾ എന്തുകൊണ്ട് നമ്മളെ എന്താ പറയുക സന്തോഷിപ്പിക്കുന്നു? എന്തുകൊണ്ട് നമ്മള് ഈ നിസാരമായിരിക്കുന്ന വളരെ കുറച്ച് സമയം താത്കാലികമായിരിക്കുന്ന ഈ വസ്തുക്കളിൽ നമ്മൾ സന്തോഷം കണ്ടെത്തുന്നു? ആ ഇല്യൂഷണറി ആയിരിക്കുന്ന ആ മായാ തത്വം എങ്ങനെയാണ് അമ്മ ഇവിടെ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്? എങ്ങനെയാണ് നമ്മൾ ഇതിലോട്ട് ആകർഷിക്കപ്പെടുന്നത്? ഒരു അഗ്നിയിലേക്ക് ഈയാമ്പാറ്റകളെ പോലെ നമ്മൾ ജന്മങ്ങൾ ഇങ്ങനെ കളഞ്ഞുകൊണ്ടേയിരിക്കുക. എന്തിലാ? താൽക്കാലികമായിരിക്കണം ഈ വെറും വസ്തുക്കളിൽ അല്ലെ?
അപ്പൊ ഇത് എങ്ങനെ സംഭവിക്കുന്നു? അതാണ് മൂന്നാമത് നമ്മൾ മനസ്സിലാക്കേണ്ടത്. നാലാമത്തത് എന്താണ്? ആ മനസ്സ്, the matters we enjoy by the mind and organs, how the mind got into the pleasure and grief. ഏറ്റവും വലുത് എന്താ? ഈ സുഖവസ്തുക്കൾ നമുക്ക് എന്തുകൊണ്ട് സുഖദുഃഖങ്ങളെ തരുന്നു? പാശം, അമ്മയുടെ കയ്യിലിരിക്കുന്ന പാശം അങ്കുശങ്ങളെ നമ്മൾ കണ്ടു. മനസ്സ് ആസ്വദിക്കുന്ന ബാഹ്യവസ്തുക്കളിൽ നിന്നുണ്ടാകുന്ന സുഖദുഃഖങ്ങള് ഒരു സാധകനെ എങ്ങനെയാണ് വലയ്ക്കുന്നത്, ഇല്ലേ? ആ മനസ്സിന്റെ വ്യതിയാനങ്ങൾ ഇത് എങ്ങനെ സംഭവിക്കണു? എന്തുകൊണ്ട് എനിക്ക് ഇതെല്ലാം മായയാണ്, ഇതൊന്നും എന്റേതല്ല എന്ന് അറിയാം, എത്ര ഉറപ്പിച്ചാലും സുഖദുഃഖങ്ങളില് എങ്ങനെയാണ് ഈ മനസ്സ് വീണു പോകുന്നത്? ആ ഒരു 5 മുദ്രകൾക്ക് ശേഷമുള്ള ഓരോ മുദ്രകളുടെയും അർത്ഥമാണ് ഈ പറയണത്. ഈ ബാഹ്യവസ്തുക്കളിൽ നിന്ന് എനിക്ക് എങ്ങനെ ഈ ആന്തരികമായിരിക്കുന്ന സുഖസ്വരൂപത്തെ അറിഞ്ഞ് അതിൽ നിൽക്കാൻ പറ്റും? അപ്പൊ ബാഹ്യത്തിൽ വരുന്ന സുഖദുഃഖങ്ങൾ എന്നെ വലുതായിട്ട് അഫക്റ്റ് ചെയ്യില്ല, അല്ലെ? ഈ മനസ്സ് അതില് ചഞ്ചലപ്പെടില്ല. അഞ്ചാമത്തെ കാര്യം എന്താണ്? ഡിറ്റാച്ച് സ്റ്റേറ്റ് ഓഫ് മൈൻഡ് ഡ്യൂ ടു എക്സ്പീരിയൻസ് ഗോഡ് ഫ്രം ദ പ്ലഷർ ആൻഡ് ഗ്രീഫ് എൻജോയ്ഡ് ബൈ ദ മൈൻഡ് ആൻഡ് ഓർഗൻസ്. സുഖദുഃഖങ്ങളുടെ സംഘർഷങ്ങളിൽ നിന്ന്, മനസ്സിന്റെ വ്യതിയാനങ്ങളിൽ നിന്നും പൂർണ്ണമായിട്ട് സ്വതന്ത്രമായ ഒരു മനസ്സ്. മഹായോനി മുദ്രയാണത്. ആ അമ്മയുടെ അടുത്ത് ആ വിശ്വയോനിയിൽ ശരണാഗതി പ്രാപിച്ച ആ വിശ്വയോനിയെ അറിയുന്ന ഓരോരുത്തർക്കും എന്താണ് സംഭവിക്കുന്നത്? സുഖദുഃഖങ്ങളുടെ സംഘർഷങ്ങളിൽ നിന്ന്, മനസ്സിന്റെ വ്യതിയാനങ്ങളിൽ നിന്നും പൂർണ്ണമായിട്ടുള്ള സ്വാതന്ത്ര്യം. ഇനി ഇതിൽ കൂടുതൽ എന്താ വേണ്ട? ഇതിന് തന്നെയാണ് മോക്ഷം എന്ന് പറയുന്നത്. നമുക്ക് യാതൊന്നുമില്ല, ആ ഒരു ഒന്നും നമ്മളെ ബാധിക്കാതെ ആ ഒരു സ്റ്റേറ്റ് ഓഫ് മൈൻഡ്. അപ്പൊ നമുക്ക് യാതൊരു വ്യതിയാനങ്ങളും നമ്മുടെ ഉള്ളില് വരുന്നില്ല. അപ്പോ ആ ഒരു സുഖദുഃഖങ്ങളുടെ സംഘർഷങ്ങൾ ഇല്ലാതിരിക്കുന്ന ആ ഒരു തലത്തിലേക്ക് ഈ പറയുന്ന ഉപചാരങ്ങള് ആ ദേവിയുമായിട്ട് അടുക്കുമ്പോൾ നമ്മളിൽ സംഭവിക്കുന്നു. ആറാമത്തത് എന്താ? ടേണിംഗ് ദ ഔട്ട്വേർഡ് ഗോയിങ് മൈൻഡ് ഇൻടു ഇൻവേർഡ് ആൻഡ് കട്ടിങ് കർമ്മ ആൻഡ് ക്രോധ, കാമ ആൻഡ് ക്രോധ. അപ്പൊ കാമക്രോധങ്ങൾ, ആറാമത്തത് കാമക്രോധങ്ങളെ നിയന്ത്രിച്ച് പുറത്തേക്ക് തിരിഞ്ഞ മനസ്സിനെ അകത്തേക്ക് കൊണ്ടുവരുന്നു. അപ്പൊ അത് നമുക്കറിയാം. ഇതിന്റെ എല്ലാം സാധാരണഗതി ഏത് സാധനയും നമ്മുടെ കാമക്രോധങ്ങളെ നിയന്ത്രിച്ച് പുറത്തേക്ക് പോകുന്ന മനസ്സിനെ അകത്തേക്ക് കൊണ്ടുവന്ന അന്തർമുഖ സമാരാധ്യ. അപ്പൊ ഏഴാമത്തത് എന്താണ്? പ്ലേസിംഗ് ദ മൈൻഡ് ഓൺ സുപ്രീം സോൾ പരമാത്മ വിത്ത് ദ ഹെൽപ്പ് ഓഫ് ശ്രീ ഗുരു. ശ്രീ ഗുരുവിന്റെ സഹായത്തോടുകൂടി തന്റെ മനസ്സിനെ ഇന്ദ്രിയ വിമുക്തമാക്കി പരബ്രഹ്മ സ്വരൂപിണിയായ പരാശക്തിയുടെ പാദകമലങ്ങളില് ശ്രീ ഗുരുവിന്റെ അനുഗ്രഹത്തോടുകൂടി സമർപ്പിക്കണം. അങ്ങനെ ഈ ദശമുദ്രകൾ എന്ന് പറയുന്ന 10 മുദ്രകൾ ആ ഒരു ഭഗവതിക്ക് ശ്രീചക്രത്തെ ഫേസ് ചെയ്ത് നമ്മൾ ചെയ്യുമ്പോൾ എന്താണ് ഈ പറയുന്ന 7 കാര്യങ്ങള് നമ്മുടെ ഉള്ളില് സംഭവിക്കണു. അപ്പോ ഇത് എല്ലാത്തിന്റെയും നിർദ്ദേശം കൊടുക്കുന്ന ആരാണ്? ഇല്ലെങ്കിൽ എല്ലാ അനുഗ്രഹവും നമുക്ക് തരുന്ന ആരാണ്? ആ ശ്രീ ഗുരുവാണ്, അല്ലെ? ഇപ്പൊ നമ്മുടെ ഗുരുപരമ്പര എന്ന് പറയുമ്പോൾ അതിൽ വളരെ പ്രാധാന്യം ശ്രീവിദ്യ ഉപാസനയില് വളരെ പ്രധാനമാണ്. ഇപ്പൊ സർവയോനി മുദ്ര കഴിഞ്ഞ് സർവത്രികണ്ഠ മുദ്ര, 3 ഖണ്ഡങ്ങളായിരിക്കുന്ന മൂലകൂടത്രയങ്ങളായിരിക്കുന്ന ദേവിയെ നമ്മുടെ ഉള്ളിൽ നിന്ന് പുറത്തേക്ക് ശ്രീചക്രത്തിലേക്ക് ആവാഹിക്കുകയും ആ പൂജകളെല്ലാം, എല്ലാ ഉപചാരങ്ങളും സ്വീകരിച്ചതിന് ശേഷം ആ ബിന്ദു മധ്യത്തിലിരിക്കുന്ന ദേവിയെ അവനവന്റെ ആത്മാവായി കണ്ട് തിരിച്ച് തന്നിലേക്ക് തന്നെ ഉദ്ധ്വംസിക്കുകയും ചെയ്യുന്ന മുദ്രയാണ് നമ്മള് സർവ ത്രികണ്ഠാമുദ്ര. എല്ലാ ആവരണങ്ങളെയും ചേർത്തുള്ള മുദ്രയാണ്. ഈ 9 ആവരണങ്ങളെയും ചേർത്ത് വെച്ചിരിക്കുന്ന മുദ്രയാണ് സർവ ത്രികണ്ഠാമുദ്ര. അപ്പോ ഈ 64 ഉപചാരങ്ങൾ കൊടുത്തു കഴിഞ്ഞിട്ട് എന്താ? ആ ഒരു ദേവിക്ക് നമ്മളും ആ ഒരു ദ്വൈത ഭാവത്തെ എല്ലാം മാറ്റിക്കൊണ്ട് ഭാവന വിഷയാനം അഭേദ ഭാവനം തർപ്പണം എന്ന് പറഞ്ഞ ജലസമർപ്പണം ചെയ്യണു. അങ്ങനെ ചതുഷ്ഷഷ്ടി ഉപചാരങ്ങളെല്ലാം തന്നെ നമുക്ക് കൊടുക്കുന്നത് നിർഗുണ പരബ്രഹ്മമായിരിക്കുന്ന സാക്ഷാൽ സാക്ഷി ഭാവത്തിലിരിക്കുന്ന ശിവതത്വത്തെ അറിയാനാണെന്ന് മനസ്സിലാക്കി എല്ലാം ഞാൻ ചെയ്ത ഉപചാരങ്ങളെല്ലാം യാതൊരു ഇനി എനിക്ക് ഭേദബുദ്ധി ഉണ്ടാകാതിരിക്കട്ടെ, ആ ഡ്യുവാലിറ്റി എനിക്ക് വരാതിരിക്കട്ടെ എന്ന് പറഞ്ഞ് സമർപ്പിച്ചുകൊണ്ട് അമ്മയ്ക്ക് ശ്രീചക്രത്തിലിരിക്കുന്ന ഭഗവതിക്ക് ദശമുദ്രകളെ സമർപ്പിക്കുകയാണ്. അപ്പൊ നമുക്ക് എന്താ? ആ പഞ്ചദശിയുടെ 3 കൂടങ്ങളും ആ ഒരു അറിവ്, വിജ്ഞാനം, ജീവൻ മുക്തി, ഈ 3 തലങ്ങളിലേക്ക് നമ്മളെ കൊണ്ടുപോകുന്ന അനുതര സാധാരണമായ ഒരു പ്രത്യേക ഉപചാരങ്ങൾ, നമ്മൾ ഇതുവരെ കേട്ടിട്ടില്ലാത്ത, കണ്ടിട്ടില്ലാത്ത, ദേവിക്ക് മാത്രമുള്ള, ലളിതാ തൃപ്തസുന്ദരിക്ക് മാത്രം അർഹമായിട്ടുള്ള ആ 64 ഉപചാരങ്ങളെയാണ് നമ്മൾ കണ്ടത്, സമർപ്പിച്ചത്, ദേവിയെ നമ്മുടെ ഹൃദയ പത്മത്തിൽ ഇരുത്തിയത്, അല്ലെ?
അപ്പൊ നമ്മുടെ ഹൃദയ പത്മത്തില് ആ ഒരു മണിപീഠത്തില് മണിപീഠ നിവാസിനിയായിരിക്കുന്ന സാക്ഷാൽ ലളിതാ ത്രിപുര സുന്ദരിയാണ് നമ്മൾ കാണുന്നത്. ജാഗ്രത, സ്വപ്നം, സുഷുപ്തി എല്ലാ അവസ്ഥകളിലും ദേവിയാണ്. അപ്പൊ ഇനി നമ്മൾ ഈ ഉപചാരങ്ങളെല്ലാം നന്നായിട്ട് മനസ്സിലാക്കി ദശമുദ്രകൾ സമർപ്പിച്ചു. ഇനി നമ്മൾ എന്താണ് ഈ ശ്രീവിദ്യ ഉപാസന? സാധാരണ ജനങ്ങള്, ഓരോ സാധാരണ വ്യക്തിക്കും പലതരത്തിലുള്ള ലിമിറ്റേഷൻസ് ഉണ്ട്. ഇപ്പൊ നമ്മൾ കഴിഞ്ഞു, ലിമിറ്റേഷൻസിനെ തരണം ചെയ്യണം, ആവരണങ്ങളെ കടക്കണം, ഓരോ ഷഡ്ചക്രങ്ങളെ അതിക്രമിക്കണം. ഇത് എങ്ങനെയാണ് നമ്മൾ സാധിക്കേണ്ടത്? നമുക്ക് നോക്കാം. ഒരു ചെറിയ കഥയിലൂടെ നമുക്ക് ഇതിലോട്ട്. ഇനി നമ്മൾ എങ്ങനെയാണ് ശ്രീവിദ്യ ഉപാസന, വാട്ട് ഈസ് ശ്രീവിദ്യ ഉപാസന എന്നുള്ളത് ഒരു ചെറിയ സംഗ്രഹം, ഇതിന്റെ ഒരു ഫൈനലായിട്ട് ഈ കണ്ട ഉപചാരങ്ങളുടെ എല്ലാം ഒരു കൺക്ലൂഷൻ ആയിട്ട് നമുക്ക് കണ്ടുപോകാം. ശ്രീരാമകൃഷ്ണ പരമഹംസര് ദക്ഷിണേശ്വരത്തെ കൽക്കട്ടയ്ക്കടുത്ത് താമസിച്ചിരുന്നു. ഇത് നേരത്തെ പറഞ്ഞിട്ടുള്ള ഒരു കഥയായിരിക്കാം. പക്ഷെ എല്ലാവരും ചില ആ ഒരു റെലവന്റ് പോയിന്റ്സ് ഇതിലോട്ട് കൊണ്ടുവരുമ്പോൾ ശ്രീവിദ്യ ഉപാസന എന്താണെന്ന് നമുക്ക് നന്നായിട്ട് മനസ്സിലാവും. ഒരു കൽക്കട്ടയ്ക്കടുത്ത് ദക്ഷിണേശ്വരത്ത് കൽക്കട്ടയ്ക്കടുത്താണ് താമസിച്ചിരുന്നത്. ഒരു വയസ്സായ അമ്മ ശ്രീരാമകൃഷ്ണ ദേവനെ കാണാൻ വരുമായിരുന്നു. ഒരു സ്ഥലത്ത് ഒതുങ്ങിയിരുന്ന് എല്ലാം കേട്ടിട്ട് പോകും. ഒരു ദിവസം സത്സംഗിൽ അദ്ദേഹം ഈ അമ്മയെ ശ്രദ്ധിച്ചു. അമ്മ സത്സംഗ് കേട്ടോണ്ടിരിക്കുമ്പോഴെല്ലാം അമ്മയുടെ കണ്ണുകളിൽ നിന്ന് കണ്ണുനീര് ധാരധാരയായിട്ട് ഒഴുകും. അദ്ദേഹം അത് നോട്ട് ചെയ്ത് വെച്ചു. എല്ലാവരും പോയി. അമ്മ ഇദ്ദേഹത്തെ നമസ്കരിക്കാൻ വന്നു. അപ്പൊ ശ്രീരാമകൃഷ്ണ ദേവൻ ചോദിച്ചു, എന്താ അമ്മയുടെ കണ്ണിൽ നിന്ന് ഇങ്ങനെ ധാരധാരയായിട്ട് കണ്ണുനീര് വരാൻ കാരണം? അമ്മയ്ക്ക് എന്തെങ്കിലും ദുഃഖങ്ങളുണ്ടോ? അപ്പൊ അമ്മ പറഞ്ഞു, അങ്ങ് പറയുന്ന ഈ ആധ്യാത്മിക ഉണർവ് അല്ലെങ്കിൽ ആനന്ദം, ഈ ശാന്തി എല്ലാം എനിക്ക് നേടണമെന്ന് വലിയ ആഗ്രഹമുണ്ട്. പക്ഷെ എനിക്കത് സാധിക്കുന്നില്ല. അപ്പൊ ഭഗവാൻ ചോദിച്ചു, എന്താണ് അതിന് കാരണം? അമ്മയ്ക്ക് എന്തുകൊണ്ട് പറ്റുന്നില്ല? അമ്മയുടെ ജീവിതത്തിന്റെ സായാഹ്നത്തിലെത്തി. അമ്മ ഇനി ഇതൊക്കെ നേടേണ്ടതല്ലേ? എന്ത് പറ്റി? എന്താ കാരണം? അപ്പൊ ആ അമ്മ പറഞ്ഞു, ഞാൻ മകനോടൊപ്പമാണ് താമസിക്കുന്നത്. ഭർത്താവ് മരിച്ചുപോയി. മകന്റെ കുട്ടിയുടെ എല്ലാ കാര്യങ്ങളും നോക്കണം. കാരണം മകൻ തരുന്നത് കൊണ്ടാണ് ജീവിച്ചു പോകുന്നത്. ഈ കുട്ടിയാണെങ്കിൽ മഹാവികൃതിയാണ്, ഒരു നേരം അടങ്ങിയിരിക്കില്ല. അപ്പൊ അങ്ങ് പറയുന്ന പോലെ ധ്യാനം, ജപം ഒന്നും തന്നെ എനിക്ക് സമാധാനമായിട്ട് ചെയ്യാൻ സാധിക്കുന്നില്ല. ഇതാണ് എന്റെ ദുഃഖം. കാരണം ഇതിലൂടെ മാത്രമല്ലേ എനിക്ക് ഈശ്വരനെ അറിയാൻ സാധിക്കുള്ളൂ. പിന്നെ എനിക്ക് ആ ഒരു പരമമായിരിക്കുന്ന വിശ്രാന്തി സ്ഥാനത്ത് എങ്ങനെ ചെന്ന് പറ്റാൻ പറ്റും? രാമകൃഷ്ണ പരമഹംസർക്ക് കാര്യം മനസ്സിലായി. അദ്ദേഹം പറഞ്ഞു, ഞാനൊരു വിദ്യ പറഞ്ഞുതരാം. അമ്മ അത് പൂർണ്ണ മനസ്സോടുകൂടി യാതൊരു സംശയവുമില്ലാതെ അമ്മ അത് ചെയ്യാൻ അമ്മയ്ക്ക് പറ്റുമോ? അത് അമ്മ ചെയ്യണം. എന്നാല് തീർച്ചയായിട്ടും അമ്മയ്ക്ക് ഈ പറയുന്ന ആ ഒരു സ്ഥാനത്ത് എത്താൻ പറ്റും. അപ്പൊ അമ്മ പറഞ്ഞു, തീർച്ചയായിട്ടും അങ്ങ് പറയുന്ന പോലെ ഞാൻ ചെയ്യാം. അപ്പൊ അദ്ദേഹം പറഞ്ഞു, ഈ മകന്റെ കുട്ടിയെ സാക്ഷാൽ ഭഗവാനായിട്ട് കാണണം. കാരണം ആ കുട്ടിയെ കുളിപ്പിക്കുമ്പോഴും ആഹാരം കൊടുക്കുമ്പോഴും ഉറക്കുമ്പോഴും എല്ലാം താൻ ഭഗവാനാണ് ഇതെല്ലാം ചെയ്യുന്നതെന്ന് കാണണം. ആ ഉറച്ചു വിശ്വസിക്കണം, കണ്ടാ പോരാ. അതിനാണ് വിഷ്വലൈസേഷൻ എന്ന് പറയുന്നത്. അത് നമ്മളെ ഇമാജിനേഷൻ അല്ല, ദാറ്റ് ഈസ് ടോട്ടലി ഡിഫറെന്റ്. വിഷ്വലൈസ് ചെയ്യുക എന്ന് പറഞ്ഞാൽ ഞാനത് ചെയ്യുന്നതായിട്ട് ഭാവിക്കുക. ഒരു ഉണ്ണിക്കണ്ണനെയായിട്ട് ശ്രീകൃഷ്ണനെയാണ് ഞാൻ ചെയ്യുന്നത്, ഇല്ലെങ്കിൽ ഇതിനുള്ളിൽ ഈശ്വരനാണ്, ഞാൻ എല്ലാം ബാലയ്ക്കാണ് ചെയ്യണത്. എങ്ങനെ വേണമെങ്കിലും നമ്മുടെ ഇഷ്ടദേവതയെ അവിടെ കൊണ്ടുവരാം. അങ്ങനെ ഉറച്ചു വിശ്വസിക്കണം. അതാണ് ഷിഫ്റ്റ് യുവർ അറ്റൻഷൻ എന്ന് പറയുന്നത്. അപ്പോ ഇത് അമ്മ ചെയ്തു നോക്കൂ, എന്നിട്ട് നമുക്ക് എന്താണെന്ന് വെച്ചാൽ ചെയ്യാന്ന് പറഞ്ഞു. അമ്മ ഒന്നും വേണ്ടിയില്ല, ശ്രീരാമകൃഷ്ണ പരമഹംസരെ നമസ്കരിച്ചിട്ട് പോയി. കുറെ കാലത്തേക്ക് പിന്നെ അമ്മയെ കണ്ടിട്ടേയില്ല. കുറെ കാലം കഴിഞ്ഞ് ഒരു ദിവസം ഒരു വീട്ടിലെ സത്സംഗം നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഈ അമ്മയെ കണ്ടു. അപ്പൊ സത്സംഗ് കഴിഞ്ഞ് രാമകൃഷ്ണ ദേവൻ എന്ത് ചെയ്തു? ഒന്നും മിണ്ടാതെ ഒരു മൂലയ്ക്കിരിക്കുന്ന അമ്മയുടെ ആ പാദത്തിൽ ചെന്ന് നമസ്കരിച്ചു. അപ്പൊ ശിഷ്യന്മാര് വളരെ അത്ഭുതമായി, എന്ത് പറ്റി? രാമകൃഷ്ണ പരമഹംസർ ഈ അമ്മയുടെ കാലിൽ നമസ്കരിക്കുന്നല്ലോ. അപ്പൊ രാമകൃഷ്ണ ദേവൻ പറഞ്ഞു, അവർക്ക് കിട്ടേണ്ടത് കിട്ടിക്കഴിഞ്ഞു. അമ്മ നിർവികൽപ്പ സമാധിയിൽ ഇരിക്കുന്ന ആ ഒരു സ്റ്റേറ്റിലാണിപ്പോ. അമ്മയുടെ മുഖത്ത് ആനന്ദം, ആ മുഖത്തെ ശാന്തതയെല്ലാം കണ്ടപ്പോ ശിഷ്യന്മാർക്ക് അത് മനസ്സിലായി. അപ്പൊ എന്താണ് നമ്മൾ ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്? നമ്മളെ ബാഹ്യമായിട്ട് പലതിനെയും കുറ്റം പറയും, എന്നിട്ട് പരാതി പറഞ്ഞുകൊണ്ടേയിരിക്കും, ഇല്ലേ? ഓരോരുത്തരും സാധനയിൽ പ്രവേശിക്കുമ്പോൾ ഒരുപാട് റെസ്ട്രിക്ഷൻസ് അനുഭവപ്പെടും. ഇപ്പൊ നമ്മളൊരു സ്കൂളില് ഒരു കൊച്ചു കുഞ്ഞിനെ കൊണ്ട് വിദ്യാലയത്തിൽ ചേർക്കുമ്പോൾ, ഇപ്പൊ നമ്മൾ തന്നെ അല്ലെങ്കിൽ ഏത് വിദ്യ പഠിക്കാൻ എവിടെ ചേർന്നാലും അവിടെ റെസ്ട്രിക്ഷൻസ് ഉണ്ടാവും. അല്ലാതെ നമുക്ക് ഫ്രീ ആയിട്ട് പഠിക്കാൻ പറ്റില്ല. ചില നിയമങ്ങൾ, കൊച്ചു കുഞ്ഞുങ്ങൾക്കാണെങ്കിൽ അവരുടെ ജീവിതചര്യ തന്നെ പല നിയന്ത്രണങ്ങൾ ഉണ്ടായിരിക്കും. 8 മണിക്ക് വരിക, അപ്പൊ വീട്ടിൽ രാവിലെ ഉണരുക, അത് കഴിഞ്ഞ് സ്കൂളിൽ വരിക, ഇല്ലേ? 11 മണിക്ക് ബ്രഞ്ച് കഴിക്കുക, ഉച്ചയ്ക്ക് ലഞ്ച് ടൈം, എല്ലാത്തിനും ഒരു ഫിക്സഡ് ടൈം കാണും. അതനുസരിച്ച് ജീവിതത്തെ ക്രമീകരിക്കുക, ഇല്ലേ?
അപ്പൊ അത് ഒരു സ്കൂളിലെ നിയമമാണെങ്കിൽ ഒരു ഉപാസനാ മാർഗത്തിൽ പ്രവേശിക്കുമ്പോഴും അതുപോലെയുള്ള നിയമങ്ങൾ തുടക്കത്തിലുണ്ടാവും. ആ തുടക്കത്തിലൂടെ കാരണം നമ്മുടെ മനസ്സെന്താണ്, അഴിച്ചുവിട്ട കുതിരയെ പോലെ പാഞ്ഞുകൊണ്ടിരിക്കുകയാണ് അല്ലെ. നമുക്ക് നേടേണ്ടത് നേടാൻ അത് തന്നെയാണ് തടസ്സം. ഈ മനസ്സാണ് ഏറ്റവും വലിയ തടസ്സം. അപ്പൊ ആ മനസ്സിനെ നിയന്ത്രിക്കുന്ന സാധനങ്ങളായിരിക്കും നമുക്ക് എന്താ പറയാ ഓരോ പരമ്പരയും നിർദ്ദേശിക്കുന്നത്. അപ്പൊ നമുക്ക് ഒരു പരമ്പരയിൽ കയറുമ്പോ നമ്മൾ എപ്പോഴും നമ്മൾ നിർദ്ദേശിച്ച സമയത്ത് നമ്മുടെ സാധനാ തലം പൂർത്തിയാക്കാൻ ചെയ്യാൻ പറ്റില്ല. കാരണം ബാഹ്യപൂജകളൊക്കെ 2-3 മാസം എടുക്കുന്നത്, ചിലപ്പോൾ 6-7 മാസം 10 മാസം, ചിലർ 5 വർഷത്തിൽ തർപ്പണം ചെയ്യാതിരിക്കുന്നവരുണ്ട്. അപ്പൊ അങ്ങനെ നമ്മള് എന്താ പറയാ നമ്മുടെ നമ്മൾ ഫിക്സ്ഡ് ആയിട്ട് ഒരു പാതയിൽ കയറി, അത് നമുക്ക് നിയമങ്ങളുണ്ട്. എന്നാൽ മാത്രമേ നമുക്ക് അതിന്റെ അറ്റം വരെ ഒരു 10ാം ക്ലാസ് ജയിക്കണമെങ്കിൽ 10ാം ക്ലാസ് വരെ ആ സ്കൂള് പറയുന്ന നിയമങ്ങൾ അനുസരിക്കണം. അത് കഴിഞ്ഞ് നമുക്ക് ഇഷ്ടമുള്ള സ്കൂളിൽ പോവാം. അത് കഴിഞ്ഞിട്ട് ഡിഗ്രി, ഡോക്ടറേറ്റ്, ഏത് ഡിഗ്രി എടുക്കണവരെയും അത് പഠിച്ചു തീരണവരെ നമ്മൾ ആ നിർദ്ദേശങ്ങൾ അനുസരിച്ചേ പറ്റൂ. അപ്പൊ നമ്മൾ എന്താണ്, എനിക്ക് ഇത് ചെയ്യാൻ നമ്മൾ അതിന്റെ റീസൺ, ശ്രീവിദ്യ ഉപാസന വളരെ വളരെ ടഫസ്റ്റ് ആയിട്ടുള്ള ഒരു ഉപാസന മാർഗമാണ്, പെട്ടെന്ന് കിട്ടുന്നതല്ല. പക്ഷെ എനിക്ക് നമ്മൾ പരാതി പറയണത് എന്താണ്, എനിക്കിതുകൊണ്ട് പറ്റിയില്ല, അതുകൊണ്ട് ഇത് ചെയ്യാൻ പറ്റിയില്ല. ഇങ്ങനെ നമ്മൾ ഈ പുറത്തെ പ്രക്രിയ അല്ല ഇതൊന്നും. ഈ പുറത്തെ പ്രക്രിയ എന്താ നമ്മൾ ചെയ്യുന്നത്, അകത്തെ ട്രാൻസ്ഫോർമേഷന് വേണ്ടിയാണ് നമ്മൾ ചെയ്യണമെന്ന് ആദ്യം മനസ്സിലാക്കണം. കാരണം പുറത്ത് കുറച്ച് കർമ്മങ്ങൾ ശ്രദ്ധിച്ച് തർപ്പണം, യന്ത്രപൂജയൊക്കെ ചെയ്യുമ്പോൾ നമ്മുടെ മനസ്സ് കുറച്ച് അലഞ്ഞുകൊണ്ടിരുന്ന മനസ്സിനെ കുറച്ച് ഒരു ട്രാൻസ്ഫോർമേഷൻ വരും. നമുക്ക് തോന്നുന്നതാണ്. കുറെ സമയം നമ്മൾ കുറെ സമയം അലയുമായിരിക്കും, പിന്നെ എന്നാലും ഈ എല്ലായിടത്തും പൊയ്ക്കൊണ്ടിരുന്ന മനസ്സിനെ കുറച്ച് ലിമിറ്റ് ചെയ്യാൻ സാധിക്കും. അപ്പൊ പുറത്തെ എല്ലാം ഈ അറിവിന് വേണ്ടിയിട്ടാണ്. നമ്മളെ എന്താണോ നമ്മൾ ലക്ഷ്യമാക്കുന്നത്, ഈ പുറത്ത് ചെയ്യുന്നതല്ല, ഇതെല്ലാം അകത്താണ്. അപ്പൊ എന്ത് ചെയ്യുമ്പോഴും, എന്ത് കാണുമ്പോഴും, എന്ത് ആസ്വദിക്കുമ്പോഴും എല്ലാം നമ്മൾ എന്ത് വേണം, ഭഗവതിയുടെ അദൃശ്യ സാന്നിധ്യം അറിയണം. അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് ഈ ശ്രീവിദ്യ സാധന എന്ന് പറയുന്നത് ഒരു ലിമിറ്റഡ് ആയിരിക്കുന്ന ക്ഷേത്ര ദേവത അല്ല. അമ്മ ലളിതാ ത്രിപുര സുന്ദരിയാണ്. ഈ പ്രപഞ്ചത്തിൽ നിറഞ്ഞു നിൽക്കുന്ന ചൈതന്യമാണ്. എവിടെ നോക്കിയാലും ഈ അമ്മയുടെ സാന്നിധ്യമാണ് നമ്മൾ കാണേണ്ടത്. അപ്പൊ നമുക്ക് ഒന്നിനോടും കുറ്റം പറയാൻ പറ്റില്ല. എവിടെയും അമ്മയെ കണ്ടാൽ, അതാണ് ശങ്കര ഭഗവത്പാദർ പറയുന്ന പോലെ, എത്രൈവ മനോമതീയം തത്രൈവ തവസ്വരൂപം, എത്രൈവ ശിരോമതീയം തത്രൈവ പദദ്വയം തേ. എല്ലാം ശരിയായിട്ട് നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. എവിടെ നോക്കിയാലും അമ്മയുടെ എന്റെ മനസ്സ് കാണുന്ന എന്താണ്, അമ്മയുടെ തവസ്വരൂപം. ഞാൻ എവിടെയൊക്കെയാണോ എന്റെ തല വെച്ച് കിടക്കുന്നത് അവിടെയെല്ലാം എന്താ കാണുന്നത്, അമ്മയുടെ പാദപത്മങ്ങള്, അമ്മയുടെ പദദ്വയങ്ങള്. അതാണ് ജപോജൽപ ശില്പം എന്ന് പറയുന്ന ആ ഒരു സൗന്ദര്യ ലഹരിയിലെ ശ്ലോകം. അപ്പൊ നമ്മൾ എന്ത് വേണം, ഈ ഒരു ട്രാൻസ്ഫോർമേഷൻ സംഭവിച്ചവർക്ക് ബാഹ്യപൂജകളുടെ ആവശ്യമില്ല. പലർക്കും ബാഹ്യപൂജകൾ ചെയ്യാതെ അദ്ദേഹം പൂർണ്ണദീക്ഷ കൊടുത്തിട്ടുണ്ട്. എന്താ കാര്യം, നമുക്ക് ആ തലത്തിൽ എത്താൻ പറ്റണം. കാരണം എല്ലാം ശരിയായിട്ട്, പ്രപഞ്ചം എല്ലാം അനുകൂലമായിട്ട് ഈ ജന്മത്തിൽ നമുക്ക് എല്ലാം ചെയ്തു പോകാൻ സാധ്യമല്ല. കുറച്ചു കാലം കഴിയുമ്പോൾ നമ്മുടെ ശരീരം വീണു പോകും. കാരണം നമ്മൾ എന്തുകൊണ്ടാ വി ആർ കമ്മിങ് അഗെയിൻ ആൻഡ് ഗോയിങ് ബാക്ക് ടു ദിസ് വേൾഡ് എന്ന് ഗുരുജി എപ്പോഴും പറയാറുണ്ട്. നമ്മൾ വന്നു പോയിക്കൊണ്ടേയിരിക്കണം അല്ലെ. സീസൺ ടിക്കറ്റ് എടുത്തവരാണ് നമ്മൾ. എന്താ കാര്യം, ആദ്യത്തെ പ്രാവശ്യം വന്ന് തോറ്റു, വീണ്ടും ഈ ഭൂമിയിൽ വരികയാണ്, വീണ്ടും നമ്മൾ അക്വറിയാൻ, അവിടെയും തോക്കണം. പരീക്ഷകള് നിരന്തരമായി തോറ്റവരാണ് നമ്മൾ. ഇല്ലെങ്കിൽ ഈ ഭൂമിയിൽ വന്ന് വീണ്ടും ശരീരം സ്വീകരിക്കില്ല. അപ്പൊ ലാസ്റ്റ് ജന്മത്തിൽ തോറ്റ കുട്ടികളാണ് വീണ്ടും വന്ന് ഇവിടെ ഇരിക്കുന്നത്. ഈ പരീക്ഷയ്ക്ക് നമ്മൾ ജയിക്കണ്ടേ. അപ്പൊ ഒരു കുട്ടി സെയിം ക്ലാസ്സിൽ റീ അഡ്മിറ്റ് ചെയ്യാൻ കാരണം എന്താണ്, പറയൂ. വീണ്ടും 1ാം ക്ലാസ്സിൽ തോറ്റ കുട്ടി വീണ്ടും 1 വർഷം അവിടെ ഇരുന്ന് പഠിക്കട്ടെ, അവൻ പഠിച്ച് നന്നായിട്ട് വരട്ടെ. ഇല്ലെങ്കിൽ 2ാം ക്ലാസ് 3ാം ക്ലാസ് ഏത് ക്ലാസ്സിൽ തോറ്റാലും അവന്റെ ഏതെങ്കിലും വിഷയത്തില് പുറകിലായിരിക്കും. ആ വിഷയം നന്നായിട്ട് പഠിക്കാതെ മുകളിലോട്ട് പോകാൻ പറ്റില്ല. അതുപോലെ നമ്മളെന്താ ഈ ശ്രീവിദ്യ ഉപാസന ഇല്ലെങ്കിൽ 60, 70, 80 വയസ്സിലൊക്കെ നമുക്ക് കിട്ടുന്നത് കഴിഞ്ഞ ജന്മം പൂർത്തീകരിച്ചിട്ടില്ല. അപ്പോ പൂർത്തീകരിക്കാതിരിക്കാൻ കാരണം എന്താണ്, നമ്മൾ ബാഹ്യമായിട്ട് എല്ലാം റെഡി ആയിട്ട് വന്നാലേ നമ്മൾ ചെയ്യുള്ളൂ അല്ലെ. ബാഹ്യമായിട്ടൊന്നും നമുക്ക് വിഷയമേ അല്ല. ബാഹ്യ വിഷയങ്ങൾ അവിടെ ഇരുന്നോട്ടെ. എവിടെയാണെങ്കിലും, ട്രെയിനിനുള്ളിലോ പ്ലെയിനിനുള്ളിലോ വീട്ടിലോ ബന്ധുക്കളുടെ വീട്ടിലോ എവിടെ ഇരുന്നാലും എന്റേത് പൂർത്തീകരിക്കുന്ന ഒരു നിഷ്ഠ നമ്മുടെ ഉള്ളിൽ ഉണ്ടായിരിക്കണം. അവർക്ക് കാലവും പ്രകൃതിയും അനുകൂലമായിട്ട് തീരും, ഉറപ്പാണ്. അപ്പൊ നമ്മൾ എന്തുകൊണ്ടാണ് ഈ പ്രപഞ്ചത്തിൽ വീണ്ടും വന്നതെന്ന് ചോദിച്ചാല്, എല്ലാ പരീക്ഷയിലും തോറ്റവരായിരിക്കണം നമ്മൾ ഇവിടെ വന്നു. എപ്പോഴെങ്കിലും ഒരിക്കലും ജയിക്കണം എന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ എന്ത് വേണം, ലാസ്റ്റ് എക്സാം തോറ്റു,
അതുകൊണ്ട് നമ്മൾ ഇവിടെ വന്നു. ഇനി ഇപ്പൊ പരാജയപ്പെട്ട അടുത്ത പ്രാവശ്യം വീണ്ടും വരാം. അപ്പൊ ഇതിൽ നിന്ന് നമുക്ക് രക്ഷപ്പെടാൻ വല്ല മാർഗമുണ്ടോ? ഈ ജനിക്കുക മരിക്കുക എത്ര കാലായി? അപ്പൊ ഇതിൽ നിന്ന് രക്ഷപ്പെടാൻ ഒറ്റ മാർഗ്ഗമേ ഉള്ളൂ, ഷിഫ്റ്റ് യുവർ അറ്റൻഷൻ. നമ്മുടെ ഈ ഒരു ഈ പ്രകൃതിയില്, ഈ ഒരു ഭൂമിയില്, ഈ ലൗകിക ജീവിതത്തില് ജീവിക്കണം. പക്ഷെ ഈ റിയലൈസേഷൻ എന്ന് പറയുന്നത് കാവ്യ വസ്ത്രമെടുത്തോ രുദ്രാക്ഷം ധരിച്ചവർക്കോ ജാതിക്കോ മതത്തിനോ വർണ്ണത്തിനോ സ്ത്രീക്കോ പുരുഷനോ ആർക്കും ഒന്നുമില്ല. ഇതിനകത്ത് ആർക്കും റെസ്ട്രിക്ഷൻ ഇല്ല. കാരണം ഈശ്വരൻ എല്ലാവരുടെയാണ്. അപ്പൊ നമ്മുടെ ഈ അറ്റൻഷൻ നമ്മൾ ഉള്ളിലോട്ട് തിരിക്കാൻ നമ്മൾ തയ്യാറല്ല. ഈ ഒരു റിയലൈസേഷൻ നമുക്ക് വരുന്നില്ല. അതെന്താ കാരണം? അത് നമ്മുടെ എഫേർട്ടും വേണം, ഈശ്വരാനുഗ്രഹവും വേണം. ഇത് ആർക്കും കുത്തകയായിട്ടുള്ള ഒരു വസ്തുവല്ല. ഇവിടെ ജാതി മത വർണ്ണങ്ങൾ ഒന്നും ഇതിനകത്ത് വരുന്നില്ല. നമ്മൾ ഓരോരുത്തർക്കും ജന്മ അവകാശമാണിത്. അപ്പൊ നമ്മൾ എന്താ വേണ്ടത്? ജസ്റ്റ് ഷിഫ്റ്റ് യുവർ അറ്റൻഷൻ. എങ്ങോട്ട്? ബാഹ്യവസ്തുക്കൾ 5 കഥകളും ജനലുകളും ഒക്കെ തുറന്നു വെച്ചിരിക്കുക പുറത്തേക്ക്, അല്ലെ? അപ്പൊ അതിലൂടെ നമ്മൾ വെളിയിലോട്ട് എപ്പോഴും പൊക്കോണ്ടിരിക്കണം. ബാഹ്യമായിരിക്കുന്ന വസ്തുക്കളില്, ശരീരവുമായിട്ട് ചേർന്ന വസ്തുക്കളിൽ നമ്മൾ ചേർന്നിരിക്കുന്നു. അപ്പൊ അതുകൊണ്ടാണ് നമുക്കിത് സംഭവിക്കുന്നത്. അപ്പൊ നമ്മുടെ എഫേർട്സ് എന്താണ്? ആരും അംഗീകരിക്കുന്നില്ല. കാരണം ഇത് നമുക്ക് വേദന ഉണ്ടാക്കണം. ബാക്കിയുള്ളവരുടെ അപ്രീസിയേഷൻ കിട്ടാൻ വേണ്ടിയാണ് നമ്മൾ പ്രപഞ്ചത്തിലെല്ലാം ചെയ്യുന്നത്. അതേസമയം നമ്മളൊരു നല്ല അച്ഛനാകാൻ, ഒരു നല്ല അമ്മയാകാൻ, നല്ലൊരു കുടുംബിനിയാവാൻ നമ്മൾ എന്തെങ്കിലും എഫേർട്ട് എടുക്കണോ? എന്താ കാര്യം? അവിടെ എഫേർട്ട് ഇല്ല. കാരണം അത് എഫേർട്ട്ലെസ് ആണ്. കാരണം അത് നമ്മുടെ ഡ്യൂട്ടിയാണ്, ധർമ്മമാണ്. അത് നമുക്കറിയാം. നമ്മൾ കുട്ടിയെ വളർത്തിയില്ലെങ്കിൽ അത് നമുക്ക് തന്നെയാണ് പാരയായിട്ട് വരിക, അല്ലെ? അപ്പൊ നമ്മൾ ശ്രദ്ധിച്ച് വളർത്തും ആ കുഞ്ഞിനെ. ആ ഹസ്ബൻഡിനെ നന്നായിട്ട് നോക്കും. കാരണം അത് നമ്മുടെ ധർമ്മമാണ്. പക്ഷെ ബാക്കിയുള്ള കാര്യങ്ങളോ? നമ്മൾ ഈ പ്രപഞ്ചത്തില് കുറെ പൊസിഷൻ, പണമൊക്കെ നേടുന്ന എന്തിനാണ്? നമുക്ക് ബാക്കിയുള്ളവരുടെ മുമ്പിൽ ഞാൻ ആരോ ആണെന്നുള്ള ഒരു ഫോൾസ് ഐഡന്റിറ്റി ഉണ്ടാക്കാനാണ്. അപ്പൊ അതൊന്നും അംഗീകരിച്ചില്ലെങ്കിൽ നമുക്ക് ദേഷ്യം വരും. കാരണം അതിനുവേണ്ടി ഒരുപാട് സമയം കളഞ്ഞു. സമൂഹത്തിൽ ഞാൻ വലിയ ആളാണ്, എന്റെ കൂടെ കുറെ പേരുണ്ട്, ഇല്ലേ? ഞാൻ പറയുന്നതാണ് കേൾക്കുന്നത്, ഞാൻ അതാണ് ഇതാണ്, മന്ത്രിയാണ്, PA ആണ്, IAS ആണ്, 100 കാര്യങ്ങൾ നമുക്ക് ഉണ്ടാക്കണം. പക്ഷെ ഇതെല്ലാം അംഗീകരിക്കണം. പുറത്തുള്ള അംഗീകാരം കിട്ടാനാണ് നമ്മൾ ചെയ്യുന്നതെല്ലാം. അപ്പൊ ബാക്കിയുള്ളവരുടെ അപ്രീസിയേഷൻ കിട്ടിയാൽ എന്താ? നമുക്ക് എന്തെങ്കിലും പ്രയോജനമുണ്ടോ? അത് ഈ ശരീരം വീണു പോകുമ്പോൾ കൊണ്ടുപോകാൻ പറ്റുന്നതാണോ? അല്ല. അപ്പൊ ഈ ബാക്കിയുള്ളവരുടെ അപ്രീസിയേഷൻ കിട്ടാൻ സാധന മാർഗത്തിൽ ഒന്നും ചെയ്യരുത്. ആരും അപ്രീഷിയേറ്റ് ചെയ്യണ്ട. നമുക്ക് അപ്രീഷിയേറ്റ് ചെയ്യുന്ന ആൾ എവിടെയാ ഇരിക്കുന്നത്? അത് നമ്മുടെ ഉള്ളിലാണ് ഇരിക്കുന്നത്, അല്ലേ? നമ്മുടെ ആത്മതൃപ്തി, അത് ആത്മാവിന്റെ തൃപ്തിയാണ്. കാരണം അത് നമ്മൾ ഈ പറയുന്ന പുറമേ നിന്നുള്ള ആരെങ്കിലും നമ്മൾ അപ്രീഷിയേറ്റ് ചെയ്യാൻ നമ്മൾ കാത്തിരുന്നാല് നമ്മൾ ദുഃഖം വരും. ഒരിക്കലും ആരും അപ്രീഷിയേറ്റ് ചെയ്യില്ല. അതാണ് ജലസി. എല്ലാവരുടെ ഉള്ളിലും അങ്ങോട്ടും ഇങ്ങോട്ടും എന്താ, ആരും മുമ്പോട്ട് പോണത് ഇഷ്ടമല്ല. ഒരു മനുഷ്യൻ എപ്പോഴും സാധന ഒറ്റയ്ക്ക് പോകുന്നതാണ് നല്ലത്. കാരണം 10 പേര് നമ്മുടെ കാലിൽ വലിച്ച് താഴെയിടും, നമുക്ക് സംശയങ്ങൾ ഉണ്ടാക്കും. അപ്പൊ നമ്മളൊരു ബാലൻസ് ഓഫ് മൈൻഡ് നമുക്ക് നഷ്ടപ്പെടും. നമുക്ക് ഈ ആളുകളിലാണ് നമ്മുടെ മനസ്സ്. നമ്മുടെ ഒരു ടിവിയുടെ റിമോട്ട് നമ്മുടെ കയ്യിലിരിക്കുന്ന ചാനൽ മാറ്റാൻ നമുക്ക് പറ്റും. അതുപോലെ നമ്മുടെ ജീവിതത്തിന്റെ റിമോട്ട് നമ്മൾ മറ്റുള്ളവരുടെ കയ്യിൽ കൊടുത്തിരിക്കുക. അവർ പ്രസ് ചെയ്യുന്നതിനനുസരിച്ച് നമുക്ക് സുഖദുഃഖങ്ങൾ വരണോ, സന്തോഷിക്കണോ, അവരെന്തെങ്കിലും പറഞ്ഞാൽ മനസ്സ് തളർന്നു, ഇല്ലേ? ചിലരോട് പ്രത്യേക സ്നേഹം, കാമത്തിൽ നിന്ന് ക്രോധം, ക്രോധത്തിൽ നിന്ന് ലോഭം, ഇങ്ങനെ ഓരോന്നായിട്ട് വന്ന് ബുദ്ധിനാശ പ്രണശ്യതി. അവസാനം എല്ലാം നശിക്കുന്നു. നമുക്ക് നമ്മുടെ സാധനയിൽ മുമ്പോട്ട് പോകാൻ പറ്റുന്നില്ല. ഇതിനൊക്കെ എന്താ വേണ്ടത്? ഒരു ബാലൻസ് ഓഫ് മൈൻഡ് വേണം. നമ്മൾ പുറത്ത് വെക്കരുത് നമ്മുടെ മനസ്സ്, ആരിലും കൊടുക്കരുത്. കാരണം അത് നമ്മളെ താഴ്ത്തും, ദുഃഖം തരും. നമുക്ക് ഗുരുവും നമ്മുടെ ഗുരുപരമ്പരയും മാത്രമേ നമ്മളെ എൻകറേജ് ചെയ്ത് മുമ്പോട്ട് കൊണ്ടുപോകുള്ളൂ. നമ്മളെ കുറിച്ച് നമ്മുടെ ഗുരുക്കന്മാർക്ക് അറിഞ്ഞാൽ മതി, വേറെ ആരും അത് അറിയേണ്ട ആവശ്യമില്ല. ജീവിതത്തിൽ എന്ത് ചെയ്താലും നന്നായിട്ട് ചെയ്യുക. നമ്മുടെ മനസാക്ഷിയാണ് അവിടെ ഇരുന്ന് കാണുന്നത്, ഈശ്വരന്റെ മുമ്പിലാണ് ചെയ്യണം എന്നുള്ള അറിവോടുകൂടി ചെയ്യുക. അതിനെയാണ് ഷിഫ്റ്റ് യുവർ അറ്റൻഷൻ ഫ്രം പീപ്പിൾ, പ്ലേസസ് ആൻഡ് ഫ്രം ദ വർക്ക് ടു അമ്മ എന്ന് പറയുന്നത്. നമ്മൾ സ്ഥലകാല ബോധത്തിൽ ഒന്നും നമ്മൾ വെക്കേണ്ട ആവശ്യമില്ല. നമ്മുടെ വർക്ക് എവിടെയായിട്ടാണ്? എല്ലാം അമ്മയ്ക്ക് വേണ്ടി ചെയ്യണു, ദേവിക്ക് വേണ്ടി ചെയ്യണു. അപ്പൊ നമ്മുടെ എല്ലാ ബന്ധങ്ങളും എന്താണ്? ആ ഡീലിങ്സും ഈ പ്രപഞ്ചത്തില് ശരീരവുമായിട്ട് ബന്ധപ്പെട്ടതാണ്, അല്ലെ? ശരീരം ഉണ്ടായതിനു ശേഷമാണ് അമ്മയും അച്ഛനും ഭാര്യയും ഭർത്താവും കുട്ടികളും സുഹൃത്തുക്കളും എല്ലാം ഉണ്ടായിരിക്കുന്നത്. ഇനി ശരീരം വിട്ടുപോകുന്നതോടുകൂടിയാണെങ്കിലോ ഇതെല്ലാം വിട്ടുപോവുകയും ചെയ്യും. പക്ഷെ ശരീരം എടുക്കുന്നതിന് മുമ്പ് ഈ പരാശക്തി നമ്മളോടൊപ്പം ഉണ്ടോ എന്ന് നമ്മൾ അറിഞ്ഞാല് ആ ഒരു എടുത്തു കഴിഞ്ഞും നമ്മളെ രക്ഷിക്കും. കാരണം ഈ ശരീരം വിട്ടുപോയി കഴിഞ്ഞാലും ഈ ശരീരം പതിച്ച് നമ്മൾ പോകുമ്പോൾ നമ്മളോടൊപ്പം ഒരാളെ ഉണ്ടായിരിക്കുള്ളൂ, അത് നമ്മുടെ ഭഗവതിയാണ്. അപ്പോ സ്പിരിച്വൽ ലൈഫ് എന്ന് പറഞ്ഞാൽ എന്താ? സ്പിരിച്വൽ ലൈഫ് എന്ന് പറഞ്ഞാൽ ഇസ് നോട്ട് ഗിവിംഗ് അപ്പ് എനിത്തിങ്. ജീവിതത്തിൽ ഒന്നും നിങ്ങൾ ഉപേക്ഷിക്കേണ്ട.
കാരണം ഈ നല്ലതായിട്ട് നല്ല ഭംഗിയായിട്ട് നമുക്ക് എന്തൊക്കെ ആഗ്രഹമുണ്ടോ, നല്ല ഭക്ഷണം കഴിക്കുക, നന്നായിട്ട് നല്ല എന്താ പറയാ സാരി ഉടുക്കുക, നന്നായിട്ട് സമൂഹത്തിൽ പൊക്കോളുക. പക്ഷേ ഈ അറ്റൻഷൻ ഇതിൽ ആരുടെയും അപ്രീസിയേഷന് വേണ്ടിയിട്ടല്ല, എന്റെ അമ്മ ഇരിക്കുന്ന ശരീരത്തെ ഞാൻ ഭംഗിയായിട്ട് വെക്കണു, അല്ലെ? അപ്പൊ ഈ നമ്മളെന്താ ഈ അറ്റൻഷൻ എന്ന് പറയുന്നത് ബാഹ്യത്തിൽ നിന്ന് എല്ലാം അമ്മയ്ക്ക് വേണ്ടി ചെയ്യണു. നമുക്ക് എപ്പോഴും അമ്മയുമായിട്ട് കണക്ട്, ഓൾവേസ് ബി കണക്റ്റഡ് വിത്ത് ഹർ. അതിനകത്തിരിക്കുന്ന അമ്മ, നമ്മുടെ ശരീരത്തിലിരിക്കുന്ന അമ്മയായിട്ട് ചോദിക്കുക, സംസാരിക്കുക, എല്ലാം അമ്മയുമായിട്ടാണ് നമ്മുടെ കണക്ഷൻ. അപ്പൊ നമ്മുടെ ഇന്നർ ഫ്രണ്ട് ആരാണ്? നമ്മുടെ ഇന്നർ ഫ്രണ്ട്, ഗൈഡ്, മദർ എല്ലാം എപ്പോഴും നമ്മുടെ കൂടെ ഉള്ളത്. മറ്റവരെല്ലാം കുറച്ച് സമയം കഴിഞ്ഞ് നമ്മളെ വിട്ടുപോകും. നമ്മൾ ഉറങ്ങുമ്പോൾ നമ്മുടെ കൂടെ, നമ്മുടെ ശരീരത്തെ സംരക്ഷിച്ചുകൊണ്ട് അപ്പോ ഇരിക്കുന്ന ഈ അമ്മയാണ് നമ്മുടെ ഏറ്റവും വലിയ ഫ്രണ്ട് എന്ന് മനസ്സിലാക്കുക. നമ്മുടെ ഗുരുവാണ്, അമ്മയാണ്, എല്ലാമാണ് ദേവി. അപ്പൊ നാരദൻ പറയുന്നത് നമുക്ക് 2 കാര്യങ്ങളാണ് ചെയ്യാനുള്ളത്. എന്താണ്? തദർപ്പിത അഖില ആചരത. അപ്പോ തദാത്മാവ് ശരിക്കും പറഞ്ഞാല് ആ ഒരു നമ്മുടെ ജീവിതത്തിൽ എന്ത് ചെയ്യുമ്പോഴും, ഭക്ഷണം പാകം ചെയ്യുമ്പോഴും, അത് കഴിക്കുമ്പോഴും, നിത്യകർമ്മങ്ങൾ ചെയ്യുമ്പോഴും എല്ലാം ഒരു കാര്യം മനസ്സുകൊണ്ട് പറയുക, സർവം ലളിതാർപ്പണമസ്തു. എല്ലാം അമ്മയ്ക്ക് വേണ്ടി ഞാൻ ചെയ്യണു. ഞാൻ ചെയ്യുന്ന കർമ്മങ്ങളെല്ലാം ഇവിടെ എല്ലാമായിരിക്കുന്ന അമ്മയ്ക്ക് വേണ്ടി മാത്രമാണ് ചെയ്യണത്. അപ്പോ എന്റെ ഭർത്താവായിട്ട്, ഭാര്യയായിട്ട്, കുട്ടികളായിട്ട്, സുഹൃത്തുക്കളായിട്ട് ഇരിക്കുന്ന ആരാണ്? എല്ലാം ലളിതാ ത്രിപുര സുന്ദരിയാണ്, ലളിതാ പരമേശ്വരിയാണ്, വേറെ ആരും ഈ ലോകത്തില്ല എന്ന് നമുക്ക് എപ്പോ ചിന്തിക്കാൻ പറ്റുന്നോ അപ്പോഴെന്താ ആ ഒരു എല്ലാം അമ്മയാണെങ്കിൽ ഞാൻ ചെയ്യുന്ന എല്ലാ കർമ്മങ്ങളും ആർക്ക് വേണ്ടിയാ അർപ്പിക്കുന്നത്? ഈ ദേവിക്ക് വേണ്ടിയിട്ടാണല്ലേ? ആ ഭാവനയിലേക്ക് ഇപ്പൊ ശ്രീരാമകൃഷ്ണ പരമഹംസര് ആ അമ്മയ്ക്ക് കൊടുത്തതല്ലേ. നമ്മൾ സമയത്തെ കുറ്റം പറയണ്ട, ചെയ്യാനുള്ള തടസ്സങ്ങളെ കുറിച്ച് പറയണ്ട, നമ്മുടെ ലിമിറ്റേഷൻസിനെ കുറിച്ച് പറയണ്ട. ജസ്റ്റ് ഒരു ചെറിയ ഷിഫ്റ്റ് യുവർ അറ്റൻഷൻ, നിങ്ങളുടെ മനസ്സിൽ ഒരു ചെറിയ മാറ്റം. ഇതാണ് ശ്രീവിദ്യ ഉപാസന എന്ന് പറയുന്നത്. ആ ഭാവനയിലേക്ക് മനസ്സിനെ ഉണർത്തുക. ആ ഭാവനയിലേക്ക് മനസ്സിനെ ഉണർത്താൻ സാധിച്ചാലോ നമുക്ക് നമ്മുടെ മനസ്സിനെ പതുക്കെ പതുക്കെ ഉയർത്താൻ സാധിക്കും. ഒന്നും ഉപേക്ഷിക്കണ്ട, ഒന്നിലും നമ്മൾ ദുഃഖിക്കണ്ട. നമുക്ക് സ്വതന്ത്രമായിട്ട് ജീവിക്കാൻ സാധിക്കും. എന്താ കാര്യം? വി ആർ നോട്ട് ഡിപ്പെൻഡിങ് അപ്പോൺ എനിത്തിങ്. നമ്മൾ ഒന്നുമല്ല, ഈ പുറമെ കാണുന്ന ഒന്നും നമുക്ക് താങ്ങായിട്ടില്ല. ആ സത്യം അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ എന്തില്ല, മറ്റതൊക്കെ ധർമ്മമാണ് അല്ലെ? പിതൃധർമ്മം, മാതൃധർമ്മം, പുത്രധർമ്മം, ഇങ്ങനെ ധാർമ്മികമായിട്ട് ചുമതലയാണ് ഒരു കുടുംബത്തില്. അതിനെയല്ലേ ഞാൻ ഈ പറയുന്നത്. അപ്പൊ നമ്മുടെ ഇന്നർ ഹാപ്പി, നമ്മൾ വെച്ചിരിക്കുന്ന സുഖങ്ങളൊക്കെ ബാഹ്യമായിട്ടാണ്, ഇല്ലേ? വേറൊരാളുടെ അവര് നമ്മളെ ഇങ്ങനെ പറഞ്ഞില്ല, അവരിങ്ങനെ പറഞ്ഞു, അവരെന്നെ താഴ്ത്തി പറഞ്ഞു, എന്നെ പുച്ഛിച്ചു, തീർന്നു. ഉപാസനയും കഴിഞ്ഞു, എല്ലാം കഴിഞ്ഞു. ഇതാണോ നമ്മുടെ ഉപാസന? അപ്പൊ എനിക്ക് പല തടസ്സങ്ങളുണ്ട്. എന്റെ ജീവിതത്തിൽ എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല. ഒരുപാട് പേര് ഇത് പറയാറുണ്ട്. നിങ്ങൾ ഓരോ ദിവസവും നഷ്ടപ്പെടുത്തുമ്പോൾ നിങ്ങളുടെ ലക്ഷ്യത്തിലേക്കാണ് നിങ്ങൾ വിട്ടുപോകുന്നത്. കാരണം എന്താ? നമ്മൾ തോറ്റവരാണ്. എപ്പോഴും വിചാരിക്കുക ഈ കഴിഞ്ഞ ക്ലാസ്സിൽ തോറ്റു, കഴിഞ്ഞ ജന്മത്തിൽ 0 മാർക്ക് മേടിച്ചവരാ നമ്മള്. പിന്നെ ശ്രീവിദ്യ ഉപാസകർക്ക് ഒരു 5 മാർക്ക് 10 മാർക്ക് കിട്ടിയവരാണ് ഇപ്പൊ വന്നിരുന്ന് ഈ മന്ത്രങ്ങളൊക്കെ എടുത്തുവിടെ ഇരിക്കുന്നത്. അപ്പൊ ആ 10 മാർക്ക് മതിയോ? പാസ് മാർക്ക് എത്രയാ? 35 മാർക്കെങ്കിലും വേണ്ടേ? അറ്റ്ലീസ്റ്റ് മഹാഷോഡശി വരെയെങ്കിലും എത്തണ്ടേ? അത് മഹാഷോഡശി കിട്ടിയാൽ 60 മാർക്ക് പാസ് മാർക്ക് എന്ന് വയ്ക്കാം. പിന്നെ പൂർണ്ണദീക്ഷയാണ് നമ്മൾ 100% എന്ന് പറയുന്നത്. അത് കിട്ടണമെങ്കിൽ എന്ത് വേണം? അപ്പൊ തോറ്റവര് വീണ്ടും എന്താ, നമ്മൾ ടീച്ചർമാർ പറയും, നീ ഇതൊന്നും പോരാ, നിന്റെ പഠിത്തം വളരെ മോശമാണ്, അതുകൊണ്ടാണ് നീ തോറ്റത്. അപ്പൊ തോറ്റ വ്യക്തികൾ നമ്മൾ എന്താ ചെയ്യേണ്ടത്? അതികഠിനമായിട്ട് പരിശ്രമിക്കണം. അപ്പൊ നമ്മൾ ഒന്നിനെയും ഡിപ്പെൻഡ് ചെയ്യരുത് വെളിയില്. കാരണം നമ്മുടെ ഇന്നർ ഹാപ്പിനെസ് ആണ് അവിടെ പ്രധാനം. ഇതാണ് ശ്രീവിദ്യ ഉപാസനയുടെ അൾട്ടിമേറ്റ് ആയിട്ടുള്ള അനുഗ്രഹം എന്ന് പറയുന്നത്. കാരണം മഹാഭാരതത്തിൽ വ്യാസ ഭഗവാൻ ഇട്ട പേരെന്താണ്? മഹാഭാരതത്തിന് ജയം എന്നാണ്. ഇവിടെ ആരാണ് ജയിച്ചത്? പാണ്ഡവന്മാരാണോ കൗരവന്മാരാണോ? ചിന്തിച്ചു നോക്കൂ. പാണ്ഡവന്മാർക്ക് എല്ലാം നഷ്ടപ്പെട്ടു, മക്കൾ ഉൾപ്പെടെ. അപ്പൊ എന്തിനാണ് അവിടെ ജയിച്ചതെന്ന് പറയുന്നത്? ആരാണ് ജയിച്ചത്? നമ്മൾ ഒരു എന്താ പറയാ സത്സംഗം തുടങ്ങുന്നതിന് മുമ്പേ കേട്ടിട്ടുണ്ട്, നാരായണം നമസ്കൃത്യം നരം ചൈവ നരോത്തമം ദേവിയും സരസ്വതിയും വ്യാസം തതോ ജയം ഉദീരതേ. ഏറ്റവും നല്ലൊരു പ്രാർത്ഥനയാണിത്. നാരായണനെ നമസ്കരിച്ച്, നരോത്തമനായിരിക്കുന്ന നരനെയും നമസ്കരിച്ച്, സരസ്വതിയെയും വ്യാസനെയും നമസ്കരിച്ചു. അപ്പൊ ഇവിടെ നരൻ പരാജയപ്പെടുന്നു. എവിടെയാണോ നരൻ പരാജയപ്പെട്ടത് അവിടെ ആര് ജയിച്ചു? നാരായണൻ ജയിച്ചു, അല്ലെ? അപ്പൊ അവിടെ നരൻ പരാജയപ്പെട്ടാലും നാരായണൻ ഉണ്ടെങ്കിൽ, ആ ഒരു സദ്ഗുരു ഉണ്ടെങ്കിൽ, ആരാ? വ്യാസൻ സദ്ഗുരുവാണല്ലേ? അപ്പോ ഈ ശ്രീകൃഷ്ണൻ ഉള്ളത് കൊണ്ടാണ് ഈ പാർത്ഥന്റെ വിജയം. ബാക്കിയെല്ലാം അവർക്ക് നഷ്ടപ്പെട്ടു. അപ്പൊ ജയം എവിടെയാണ്?
ആ വ്യാസൻ എന്ന് പറയുന്ന ഗുരുവിന്റെ അനുഗ്രഹത്തിൽ കിട്ടുന്ന സരസ്വതി നാരായണനെ അനുഭവപ്പെടുത്തി കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പൊ നരന്റെ പരാജയത്തിന്റെ കഥയല്ല മഹാഭാരതം, വിജയത്തിന്റെ കഥയല്ല. പക്ഷെ എന്താണത്? നരൻ താൻ നേടിയെടുക്കുന്നതും കെട്ടിപ്പടുക്കുന്നതും ഒക്കെ തന്നെ ശുദ്ധ അസംബന്ധമാണെന്ന് മനസ്സിലാക്കുന്നിടത്താണ് കർമ്മത്തിന് അർത്ഥം ഇല്ല എന്ന് നമ്മൾ അറിയുന്നത്. കാരണം ഈ തട്ടിപ്പറിക്കുന്നതും കെട്ടിപ്പടുക്കുന്നതും ഒന്നും നമുക്ക് കൊണ്ടുപോകാൻ പറ്റില്ല. നമ്മുടെ കർമ്മങ്ങളെല്ലാം വ്യർത്ഥമാണ് അവിടെ. അപ്പൊ കർമ്മം കൊണ്ട് നേടിയെടുക്കുന്നത് എന്ത് പറ്റും? ഈ ക്ഷയിച്ച ലോകത്ത്, ക്ഷീയതേ ലോകാനാം, നമ്മൾ എന്ത് കർമ്മം കൊണ്ട് ഉണ്ടാക്കിയെടുക്കുന്നു ബാഹ്യമായിട്ട് അതെല്ലാം നഷ്ടപ്പെട്ടു പോകും, എല്ലാം നശിച്ചു പോകുന്നതാണ്. ശാശ്വതമായിട്ട് ഭഗവാൻ മാത്രമേ ഉള്ളൂ എന്നുള്ള സത്യം നമുക്ക് മനസ്സിലാകും. അപ്പൊ ഭീഷ്മ പിതാമഹൻ ശരശയ്യയിൽ കിടന്ന് അല്പം ബുദ്ധി വെച്ചപ്പോ ധർമ്മപുത്രരോട് പറഞ്ഞു, അല്ലെ? ഭീഷ്മര് പറയുന്നതാണിത്. ജീവിതത്തിന് ഒരു അർത്ഥവുമില്ല. ഭീഷ്മരാരാണ്? ശരിക്കും പറഞ്ഞ പാണ്ഡവ സൈന്യത്തിന്റെ കൂടെ നിൽക്കേണ്ട ആളാണ്. ഭീഷ്മ പിതാമഹനാണ്. പക്ഷെ അദ്ദേഹത്തിന് യാദൃച്ഛ്യ, അദ്ദേഹത്തിന്റെ കർമ്മഫലം കൊണ്ട് അദ്ദേഹത്തിന് ദുഷ്ടരായിരിക്കുന്ന, അധർമ്മികളായിരിക്കുന്ന കൗരവരോടൊപ്പം നിന്ന് യുദ്ധം ചെയ്യേണ്ടി വന്നു. അദ്ദേഹം എന്ത് ചെയ്തു? അവസാനം അർജുനന്റെ അമ്പേറ്റ് ശരശയ്യയിൽ കിടന്നുകൊണ്ട് ഒരു എന്താ പറയാ, താൻ കഴിച്ച ഭക്ഷണത്തിന്റെ നിന്നുണ്ടായ ചോര മുഴുവനും വാർന്നു കളഞ്ഞ് യഥാർത്ഥമായിരിക്കുന്ന ഭഗവാനെ കണ്ടിട്ട്, അദ്ദേഹത്തിന്റെ വിശ്വരൂപ ദർശനം കണ്ടിട്ട് പോലും തനിക്ക് മാറ്റം വരാത്തതിൽ ദുഃഖിച്ച് ഉത്തരായനം കാത്തു കിടക്കുന്ന ഭീഷ്മർ പറയുന്ന എന്താണ്? നമ്മൾ ശ്രദ്ധിച്ചു കേൾക്കണം. കാരണം ഇതെല്ലാം ഉപാസകനെ സംബന്ധിച്ചാണ്. ഏറ്റവും വലിയ ഉപാസകനായിരുന്ന ഗംഗാപുത്രനായിരിക്കുന്ന ഭീഷ്മര് അദ്ദേഹം പറയണു, ജീവിതത്തിന് അർത്ഥമില്ല. ആദ്യം മുതൽ സത്യം, നിഷ്ഠ, ധർമ്മം ഇവ പരിശീലിച്ച് പതുക്കെ പതുക്കെ ബാഹ്യ കർമ്മങ്ങളിൽ നിന്ന് പിന്തിരിഞ്ഞ് ഉള്ളിലുള്ള നിത്യശുദ്ധ വസ്തുവായ ഭഗവാനെ സാക്ഷാത്കരിക്കണം. അല്ലാതെ ഈ ജീവിതത്തിനും കർമ്മത്തിനും ഒരർത്ഥവുമില്ല. ഭീഷ്മ പിതാമഹൻ മോക്ഷപർവ്വത്തിൽ പറയുന്നതാണിത്. അദ്ദേഹം പറയുന്ന ഒരു കഥയുണ്ട് മങ്കിയുടേത്. അപ്പൊ നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും, മങ്കി എന്ന് പറയുന്ന ഒരു വ്യാപാരി. മങ്കി എന്ന് പറഞ്ഞാൽ എന്താ? മനസ്സിന്റെ ഭാവം, കുരങ്ങന്റെ ഭാവമാണ് അല്ലെ മനസ്സിന്. എപ്പോഴും ഓരോ ചില്ലകളിലേക്ക് ചാടി കളിച്ചുകൊണ്ടേയിരിക്കും. ഈ മങ്കി എന്ന് പറയുന്ന വ്യാപാരി ഇത് ഏറ്റവും വിശേഷപ്പെട്ട മോക്ഷപർവമായിരിക്കുന്ന മഹാഭാരതം എന്ന് പറയുന്ന ഏറ്റവും ഉയർന്ന ഗ്രന്ഥമാണ്, ഇതിഹാസമാണ് നമ്മുടെ. അതിൽ അദ്ദേഹം പറയുന്ന ഏറ്റവും വലിയ ഒരു എന്താ പറയാ, ഓരോ സാധകനും മനസ്സിലാക്കേണ്ട കഥയാണ് മങ്കിയുടേത്. മങ്കി എന്ന് പറയുന്ന വ്യാപാരി തന്റെ കാളവണ്ടിയില് അരിയും ഗോതമ്പും കൊണ്ട് വിൽക്കാനായിട്ട് യാത്ര ചെയ്യുന്നുണ്ടായിരുന്നു. ധാരാളം സ്വപ്നങ്ങൾ കണ്ടുകൊണ്ടാണ് യാത്ര ചെയ്യുന്നത്. ഭാവനയില് അല്ലെ, നമുക്കെല്ലാം ഭാവനയിലാണ് നമ്മൾ സ്വപ്നങ്ങൾ കാണുന്നത്. ഭാവനയിൽ എന്ത് പറഞ്ഞു? ഇത് വിറ്റ് കിട്ടുന്ന പണം അത് പലിശയ്ക്ക് കൊടുത്ത് അത് ഇരട്ടിക്കും, വീണ്ടും സാധനങ്ങൾ ഞാൻ വാങ്ങും, ലാഭം കിട്ടിയ വലിയ മാളിക പണിയും. ഇങ്ങനെ പോകുമ്പോൾ ഇങ്ങനെ ആലോചിച്ച് സന്തോഷത്തോടു കൂടി ഒരു ഭാവന ലോകത്ത് സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്ന മങ്കി എന്ത് ചെയ്തു? ഇങ്ങനെ നടന്നു പോകുമ്പോൾ റോഡില് ഒരു ഒട്ടകം കുറുകെ കിടക്കുകയാണ്. അപ്പൊ എന്ത് ചെയ്തു? ഒട്ടകത്തെ കാണുന്നില്ല. അപ്പൊ നമ്മള് വഴിമാറി പോണം, ഒട്ടകം കുറുകെ കിടക്കുകയാണ്. പക്ഷെ ഈ കാളകൾ എന്ത് ചെയ്തു? ഒട്ടകം കുറുകെ കിടക്കുമ്പോ കാളകളൊക്കെ തന്നെ എന്താ, അത് തട്ടി വീണു. കാളവണ്ടിയുടെ നൂക്കം കയറി ഒട്ടകത്തിന്റെ ഒരു പൂഞ്ഞയില് കുരുങ്ങി. ഒട്ടകം കാളകളെയും വണ്ടിയെ വലിച്ചുകൊണ്ട് നാട് മുഴുവൻ ഓടി. തനിക്ക് സഹായമാകുന്ന ഉറപ്പായിരുന്ന കാളകളും വണ്ടിയുമാണ് തകർന്നു പോകുന്നത്. അദ്ദേഹം മങ്കി വളരെ ദുഃഖത്തോടെ നോക്കി നിന്നു. 2 കാളകൾ ചത്തു, വണ്ടി തകർന്ന് തരിപ്പണമായി, അരിയും ഗോതമ്പും എല്ലാം റോഡിലായി. ഇയാള് കണ്ട ഭാവനകളെല്ലാം തന്നെ എന്തായി? തകർന്ന് തരിപ്പണമായി. ഇപ്പോ മങ്കിക്ക് വിവേകം ഉണ്ടായി. അദ്ദേഹം ഇതുവരെ ജീവിച്ചിരുന്നത് എവിടെയാണ്? ഭാവനാ ലോകത്തിലായിരുന്നു. അപ്പൊ മങ്കി പറയാണ്, എന്റെ ഭാവനയൊക്കെ നല്ലതായിരുന്നു, പണം സമ്പാദിക്കാം, മാളിക ഉണ്ടാക്കാം, എല്ലാം ഭാവന ചെയ്യാം, പക്ഷെ ഒട്ടകം എഴുന്നേൽക്കുന്നത് വരെ മാത്രം. ആരാ ഈ ഒട്ടകം? ഒട്ടകം എപ്പോ എഴുന്നേൽക്കുമെന്ന് പറയാൻ പറ്റില്ല. ഒട്ടകം എഴുന്നേറ്റാല് അറിയും നമ്മൾ നേടിയെടുത്തത് ഒന്നുമില്ല എന്നുള്ളത്. അതിൽ അഭിമാനിച്ചിരുന്ന ഞാൻ എന്ന വ്യക്തി പോലും ശാശ്വതമല്ല എന്നുള്ള സത്യത്തെ തിരിച്ചറിയും. ഒട്ടകം സകലതും തകർക്കും അല്ലെ. ഒരു തൃഷ്ണയെ സാധിക്കലല്ല, ഉപേക്ഷിക്കലാണ് നല്ലതെന്ന് മങ്കി പറയുന്നു. അപ്പൊ ഇത് ഭീഷ്മരുടെ കഥയാണെന്ന് പറയാറുണ്ട്. അപ്പോ ഈ ഒട്ടകം എന്ന് പറയുന്നത് നമ്മുടെ മരണമാണ്. എപ്പോഴാണോ നമുക്ക് മരണം അല്ലെ, മരണം വരുമെന്നോർത്ത് നിനച്ചിഹ കരുതുക സതതം നാരായണ ജയ. എന്തൊക്കെ ആഗ്രഹങ്ങൾ ഉണ്ടാക്കിയാലും, എന്തൊക്കെ മായാവലയത്തിൽപ്പെട്ട് എന്തൊക്കെ ആഗ്രഹങ്ങളൊന്നും തെറ്റല്ല. പക്ഷെ എല്ലാത്തിലും അതിൽ മാത്രം ജീവിച്ചാൽ, അതിനുവേണ്ടി കർമ്മം ചെയ്യാതിരിക്കുമ്പോൾ മരണം എപ്പോഴാ വന്ന് നമ്മളെ ഒരു മരണത്തിന്റെ ഗുഹയിലേക്ക് നമ്മളെ കൊണ്ടുപോകുന്നതെന്ന് നമുക്ക് അറിയാൻ പറ്റില്ല. ലക്ഷ്മണ ഉപദേശത്തില് രാമൻ ലക്ഷ്മണനോട് വളരെ ക്ലിയർ ആയിട്ട് ഈ കാര്യങ്ങൾ പറയുന്നുണ്ട്. അല്ലയോ ലക്ഷ്മണ, നീ ദൃശ്യമായുള്ളൊരു രാജദേഹ ആദിയും വിശ്വവും
നിശേഷ ധാന്യ ധനാദിയും സത്യമെന്നാകിലോ. ഇതൊന്നും സത്യമല്ല ലക്ഷ്മണ, നീ ഇതിനോർത്ത് വിഷമിക്കല്ല്. സത്യമെന്നാകിലോ നീ ത്വൽ പ്രയാസം തവയുക്തം. നിന്റെ ഈ ദേഷ്യം ഇതൊക്കെ സത്യമാണെങ്കിൽ ശരിയാണ്, അല്ലെങ്കിലോ ഇത് വെറുതെയാണ്. അപ്പൊ എന്താണ് ശരിക്കും? നമ്മുടെ ആഗ്രഹങ്ങളെ സാധിക്കലല്ല, ഉപേക്ഷിക്കലാണ് നല്ലതെന്ന് മങ്കി പറയുകയാണ്. അപ്പൊ ഇവിടെ ഭീഷ്മരുടെ കഥ നമുക്ക് എന്താ പറഞ്ഞു തരുന്നത്? എല്ലാം നേടിയെടുക്കണമെന്ന് ആഗ്രഹിച്ചതെല്ലാം തകർന്ന് ദുര്യോധനന്റെ ചോറ് ഉണ്ടാക്കിയ ചോര വാർന്ന് ശരശയിൽ കിടക്കുമ്പോ ഞാൻ സത്യത്തെ അറിഞ്ഞു. ഭീഷ്മർ അതുവരെ സത്യത്തെ അറിഞ്ഞില്ല. അപ്പൊ യോഗേശ്വരനായിരിക്കുന്ന ഭഗവത് സ്വരൂപം ഉള്ളിൽ നിറഞ്ഞ് ആ വിഷ്ണു സഹസ്രനാമമാകുന്ന പൂക്കള് ഹൃദയം കൊണ്ട് ആ പാദപത്മങ്ങളിൽ അർപ്പിച്ച് ആ ഒരു എന്താ പറയാ പശ്ചാത്താപ വിവശനായിട്ട് ഉത്തരായനം കാത്ത് വടക്കു ഭാഗത്തേക്കുള്ള ആ ഒരു പുനരാവർത്തി ജനനമില്ലാത്ത കൈലാസത്തിലേക്ക് യാത്രയ്ക്കൊരുങ്ങുന്ന സമയത്താണ് ഭീഷ്മർക്ക് തിരിച്ചറിവുണ്ടായത്. ഭീഷ്മർ ഇങ്ങനെയാണെങ്കിൽ നമ്മളെ പോലുള്ള സാധാരണ ആളുകൾക്ക് എപ്പോഴാ ഉണ്ടാകുക? അപ്പൊ നമ്മൾ ആലോചിച്ചുള്ള ഒറ്റ കാര്യമേ നമുക്ക് ചിന്തിക്കേണ്ടതായിട്ടുള്ളൂ. മനുഷ്യന് ഒറ്റ ധർമ്മമേ ഉള്ളൂ, അതാണ് ഭഗവത് പ്രാപ്തി എന്ന് പറയുന്നത്. ഭഗവാനെ അറിയുക, ഭഗവാനെ നേടുക. അവന് വേറെ ഒന്നും നേടേണ്ട ആവശ്യമില്ല. കോ ധർമ്മ അപ്പൊ എന്താ പറയാ, വിഷ്ണു സഹസ്രനാമത്തിന്റെ ആദ്യം എന്താ ചോദിക്കുന്നത്? കോ ധർമ്മ സർവധർമാണം പരമോ മതഃ കിം ജപൻ മുച്യതേ ജന്തൂർ ജന്മ സംസാര ബന്ധനാത്. അപ്പൊ എന്താ ചോദിക്കുന്നത്? എന്താണ് പരമമായിട്ടുള്ള ധർമ്മം? ആരുടെ അടുത്താണ് അഭയം പ്രാപിക്കേണ്ടത്? ഈ ജന്മ സംസാര ബന്ധത്തിൽ നിന്ന് മോചനത്തിന്. ഈ യുധിഷ്ഠിരന്റെ ചോദ്യത്തിന് ഭീഷ്മര് പറയണു, ജഗത് പ്രഭും ദേവം ദേവദേവം അനന്തം പുരുഷോത്തമം. ബാക്കി ഒന്നും സത്യമല്ല, കാള സത്യമല്ല, ഒട്ടകമാണ് സത്യം. മനുഷ്യന്റെ പരാജയമാണ് നാരായണന്റെ വിജയം. മനുഷ്യന്റെ സകല പ്രയത്നങ്ങളും പരാജയപ്പെട്ട് നമ്മുടെ വ്യക്തിത്വം മൃതപ്രായമായി കിടക്കുന്ന സന്ദർഭത്തിൽ മാത്രമേ നമുക്ക് ഭഗവത് കൃപയുടെ ആ ഒരു ഇന്റൻഷൻ, ആ ഒരു നമ്മൾ വളരെ ഇന്റൻസീവായിട്ട് നമുക്ക് എന്താ ആ ഒരു പെടച്ചില് പ്രാണന്റെ, നമുക്ക് ദുഃഖങ്ങളിലൂടെ മാത്രമേ ഈശ്വരൻ നേടാൻ പറ്റൂ. സുഖപ്രാപ്തിയിൽ നേടുന്നത് കുറവാ. കാരണം എന്താ? അപ്പം ഭഗവത് കൃപയ്ക്ക് വേണ്ടി നമ്മളെ യാചിക്കും. ഇപ്പൊ ഭീഷ്മർ എന്താ ഈ സമയത്താണ് അദ്ദേഹത്തിന് ആ ഒരു തിരിച്ചറിവ് വന്നത്. മഹാനായ ഭീഷ്മ പിതാമഹൻ അല്ലെ. അപ്പൊ നമ്മുടെ പ്രയത്നങ്ങൾ കൊണ്ട് പുരുഷ പ്രയത്നത്തിന് ഒന്നും നേടാൻ പറ്റില്ല. അവിടെ എവിടെയൊക്കെ പരാജയപ്പെടുന്നു അവിടെ എന്താ? നാരായണൻ ഉണ്ടെങ്കിലേ, നാരായണന്റെ സഹവർത്തിത്വത്തോടു കൂടി മാത്രമേ ഈശ്വര കൃപയില്ലാതെ നമുക്കൊന്നും നേടാൻ സാധ്യമല്ല. അപ്പൊ എല്ലാം അസ്തമിച്ച് ഹൃദയം പിടഞ്ഞ് അങ്ങോട്ട് വരുന്നതാണ് ഈശ്വര കൃപ എന്ന് പറയുന്നത്. നമ്മൾ അമ്മയെ വിളിക്കണം, അമ്മ എനിക്ക് മതിയായി, അമ്മ എന്നുള്ള ആ വിളി അല്ലെ, അത് ഹൃദയത്തിന്റെ ഉള്ളിൽ നിന്ന് ആദ്യം ജീവൻ, ആ ജീവൻ ഈ ശരീരമെടുത്ത ജീവൻ ഭഗവാനെ വരിക്കണം. ആ വരിച്ചു കഴിഞ്ഞിട്ട് എന്താ? തിരോധാനം. പിന്നെ ആ ഒരു ഭഗവാൻ ജീവനെ വരിക്കണം. പിന്നെ എന്താ? മനുഷ്യൻ സ്വതന്ത്രനായിരിക്കുക. ഇതാണ് അനുഗ്രഹം. എന്താ? ദേവി സൃഷ്ടിസ്ഥിതി സംഹാര തിരോധാന അനുഗ്രഹങ്ങൾ അല്ലെ. അപ്പൊ നമ്മൾ ആദ്യം ഈ ദേവിയെ വേണമെന്ന് പറഞ്ഞു, അമ്മയെ വരിച്ചു, അമ്മയുടെ മന്ത്രത്തെ സ്വീകരിച്ചു, അമ്മയെ നമ്മളുടെ മടിപീഠത്തിൽ ഇരുത്തി. അപ്പൊ നമ്മൾ എന്താ? ആ ഒരു ഭഗവാനെ ഭരിച്ചു കഴിഞ്ഞു അല്ലെ. അപ്പൊ ഭഗവാൻ എന്ത് ചെയ്യും? ദേവി എന്ത് ചെയ്യും? നമ്മളെ ആ ജീവനെ സ്വീകരിക്കും. കാരണം അത്രയ്ക്ക് ആത്മാർത്ഥമായിട്ട് നിഷ്കളങ്കമായിട്ട് ഒരു കുഞ്ഞിന്റെ നിഷ്കളങ്കതയോടുകൂടി നമ്മള് ദേവിയെ വരിച്ചിരിക്കുകയാണ്. പിന്നെ എന്താ? അവിടെ മനുഷ്യൻ, ദേവി നമ്മളെ സ്വീകരിച്ചു കഴിയുമ്പോൾ നമ്മളെ സ്വതന്ത്രരായി. പിന്നെ നമ്മളൊന്നും നോക്കേണ്ട കാര്യമില്ല. എല്ലായിടത്തും ആ മാതൃഹസ്തങ്ങള് നമുക്ക് തുണയായിട്ട് നമ്മളെ പ്രൊട്ടക്ട് ചെയ്തുകൊണ്ട് നമ്മുടെ കൂടെ കാണും. ഇതാണ് അനുഗ്രഹം. ഇപ്പൊ ഗോപികളുടെ ദാസനായിട്ട് ഭഗവാൻ ഇരിക്കുന്നു അല്ലെ. എന്നാ ഖല്ലു ഗോപിക നന്ദനോ ഭവാൻ അഖില ദേഹിനാം അന്തരാത്മദൃക്. ഈ ദൃക്കായിട്ടിരിക്കണ ദൃശ്യങ്ങളെല്ലാം മാറിയിട്ട് ദൃക്കായിട്ടിരിക്കണ ഭഗവാനെ കാണുമ്പോ എന്തുകൊണ്ടാ ഗോപികമാരോട് ഇത്രയും സ്നേഹം കൃഷ്ണന് വന്നത്? എല്ലാവരുടെയും ഉള്ളിൽ ഒരൊറ്റ ക്വാളിറ്റിയാണ് ഗോപികമാർക്ക് കൊടുത്തത് അല്ലെ. ഭഗവാൻ എന്താ? അഖില ദേഹിനാം അന്തരാത്മദൃക്. എല്ലാ ദേഹികളിലും എല്ലാവരുടെ ദേഹത്തും ഇരിക്കുന്നത് ഭഗവാനാണെന്നുള്ള ഒറ്റ തിരിച്ചറിവ്, അതാണ് അവർക്ക് കിട്ടിയ ക്വാളിറ്റി. അതുകൊണ്ടാണ് ഗോപികമാര് ഭഗവാന് പ്രിയമായത്. അപ്പൊ നമ്മൾ എന്താ? നമ്മുടെ ഏറ്റവും പരമമായിരിക്കുന്ന ധർമ്മം എന്താണ്? എന്താണ് നമ്മൾ ഈ ജന്മ സംസാരം എന്ന് പറയുന്ന ആ ഒരു ദൃശ്യദൃക് വിവേകം നമുക്കുണ്ടാകുന്നത്? അപ്പം മാത്രമേ നമുക്ക് ഈ ഒരു മോക്ഷം എന്ന് പറയുന്ന പദത്തിലേക്ക് കയറാൻ പറ്റൂ. അപ്പൊ നമ്മൾ ഈ ദശമുദ്രകൾ കാണിക്കുമ്പോൾ എന്താ? മനുഷ്യനെ കൊണ്ട് സാധിക്കാത്തടത്ത് ഈശ്വരന് പലതും ചെയ്യാൻ സാധിക്കും. അപ്പൊ അതിന്റെ അർത്ഥം എന്താ? നമ്മളൊരു ടോട്ടലി സറണ്ടർ ചെയ്യുക. അപ്പൊ ഈ 64 ഉപചാരങ്ങള് നമുക്ക് വളരെ വലിയ ഒരു
എന്താ പറയാ, ആത്മവിചാരം, നമ്മുടെ ആ ഒരു പ്രപഞ്ചത്തെ നമ്മളെ കാണുന്നതില് വ്യത്യസ്തമായ ഒരു കാഴ്ചപ്പാടാണ് നമുക്ക് ഉണ്ടാക്കിയിരിക്കുന്നത്, അല്ലെ? കാരണം എല്ലായിടത്തും യാതൊന്ന് കാൺപതത് നാരായണ പ്രതിമ, എല്ലായിടത്തും ഈശ്വരനെ ദർശിക്കാൻ നോക്കുക. നമുക്ക് സമയമില്ല, ശരി, നമുക്ക് അതുകൊണ്ടുള്ള ലിമിറ്റേഷൻസ് ഒരുപാട് ഉണ്ടായിരിക്കാം. പലതിനോടും പരാതി പറഞ്ഞിരിക്കാതെ എന്ത് ചെയ്യുമ്പോഴും ഈശ്വരാർപ്പണമായിട്ട് ചെയ്യുക, ഡ്യുവൽ പേഴ്സണാലിറ്റി അല്ലാതിരിക്കുക, വളരെ ക്ലിയർ ആയിട്ടുള്ള ഒരു മനസ്സ് സൂക്ഷിക്കുക, എല്ലാവരോടും സ്നേഹമായിട്ടും സഹവർത്തിത്വത്തോടും കഴിയുക. ആരെയൊക്കെ നമുക്ക് സഹായിക്കാൻ പറ്റുമോ അവരെ എല്ലാം സഹായിക്കുക. കാരണം ഈ പ്രപഞ്ചത്തില് ഒരാളെ ദയ, ദാനം, തപസ് ഇതെല്ലാം ഒരേ ഈക്വൽ ആയിട്ടുള്ള ലൈനിൽ വരുന്നതാണ്. എന്നെ സഹായിക്കുന്ന പോലെ തന്നെ അന്യനെയും സഹായിക്കുക. അവരുടെ ആഗ്രഹങ്ങൾക്ക് സാധിക്കാൻ നമ്മൾ വഴിമുടക്കി നിൽക്കാതിരിക്കുക, അല്ലെ? അവർക്കും അത് കിട്ടിപ്പോട്ടെ. നമ്മുടെ ഇപ്പോഴത്തെ ആറ്റിറ്റ്യൂഡ് മനുഷ്യർക്ക് എന്താ, എല്ലാം എനിക്ക് മാത്രം, ബാക്കിയുള്ളവരൊന്നും എന്റെ ഒപ്പം വരാൻ പാടില്ല. ഒരു ശ്രീവിദ്യ ഉപാസകൻ ആദ്യം ഉപേക്ഷിക്കേണ്ട ആറ്റിറ്റ്യൂഡാണിത്. എല്ലാവരും നന്നായിട്ടിരിക്കണം, എല്ലാവർക്കും ദേവിയുടെ അനുഗ്രഹം കിട്ടണം, ഞാൻ അതിലൊരാൾ മാത്രം. കാരണം അമ്മ എന്റേത് മാത്രമല്ല, എല്ലാരിലും വിളങ്ങുന്ന പരമശക്തിയാണ് ദേവി എന്ന് നമ്മൾ തിരിച്ചറിയണം. ഈ 64 ഉപചാരങ്ങളിലൂടെ ആ ഒരു ലളിതാ സഹസ്രനാമത്തിന്റെ 235 നാമത്തിലൂടെ നമ്മള് ദേവിയെ 64 ഉപചാരം, ഇനിയിപ്പോ ലളിതാ സഹസ്രനാമത്തിന്റെ ബാക്കി നാമങ്ങള് നമുക്ക് കുറച്ചുകൂടെ ഈസി ആയിട്ട് പഠിക്കാൻ പറ്റും. കാരണം ഇനി വരുന്ന നാമങ്ങളെല്ലാം തന്നെ അവസാനം നമ്മളെ കൊണ്ട് എത്തിക്കുന്ന പദം എന്താണ്? ശിവശക്തി ഐക്യരൂപിണി ലളിതാംബിക. തുടങ്ങുമ്പോ ശ്രീമാതാന്ന് വിളിച്ചു, അമ്മാന്ന് വിളിച്ചു, അല്ലെ? അമ്മ നമ്മളെ എവിടെ കൊണ്ടെത്തിച്ചു? നമുക്ക് ഈ പറയുന്ന സഹസ്രാരത്തിലെ ഈ ഉപചാരങ്ങളിലെ അവസാനത്തെ സഹസ്രാരമാകുന്ന ഗുരു പാദക മന്ത്രത്തിൽ എത്തിച്ചേർന്നു. അവിടെ ഛത്രം കൊടുത്തു, ചാമരം കൊടുത്തു, അല്ലെ? അപ്പൊ നമുക്ക് ആ സത്യത്തെ മനസ്സിലാക്കിക്കൊണ്ട് അവസാനം ഓരോ ജീവനും എന്താണ്? നമ്മുടെ ശരീരം എന്ന് പറയുന്നത് ശിവശക്തി ഐക്യ രൂപമായിരിക്കുന്ന ക്ഷേത്രമാണ്. അതിലെ സാക്ഷിഭാവത്തിലിരിക്കുന്ന ശിവഭഗവാൻ നമ്മുടെ ശിവോഹം എന്ന് പറയുന്ന ഭവാനി ഏവാഹമസ്മി എന്ന് പറയുന്ന അൾട്ടിമേറ്റ് പദത്തിലേക്കാണ് ദേവി നമ്മളെ കൊണ്ടുപോകുന്നതെന്ന് തിരിച്ചറിഞ്ഞ് ആ പാദപത്മങ്ങളില് നമ്മളെല്ലാം സമർപ്പിക്കാനായിട്ടുള്ള തീരുമാനമാണ്. അങ്ങനെ തന്നെ നമുക്ക് പോണം. കാരണം ജീവിതത്തിൽ നമുക്ക് പ്രത്യേകിച്ച് വേറെ ലക്ഷ്യങ്ങളൊന്നുമില്ല. എല്ലാവർക്കും എല്ലാ ലക്ഷ്യങ്ങളും അതിന്റെ അനുസരിച്ച് ദേവി നടത്തി കൊടുക്കും. ഒന്നിലും വ്യാകുലപ്പെടാതെ, ഒന്നിലും ടെൻഷൻ അടിക്കാതെ, ഒന്നും ഉപേക്ഷിക്കേണ്ട, ഒന്നിന്റെയും പുറകിൽ ഓടണ്ട, ഇല്ലേ? അപ്പൊ മങ്കി പറയുന്നത് പോലെ നമ്മുടെ കാലം എന്ന് പറയുന്നത്, മരണം എന്ന് പറയുന്നത് സുനിശ്ചിതമായിട്ടാണ്. അത് എപ്പോഴൊന്നും നമുക്കറിയില്ല. നമ്മൾ പുണ്യകർമ്മങ്ങളെല്ലാം പറ്റുന്ന സമയത്ത് ചെയ്ത് തീർത്തോളുക. കാരണം അത് പിന്നത്തേക്ക് മാറ്റിവെച്ചാൽ ചെയ്യാൻ നമുക്ക് പറ്റുമോ? ഈ ചതുഷ്ഷഷ്ടി ഉപചാരം തന്നെ 1000 നാമങ്ങൾ പറഞ്ഞിട്ട് പറയാം എന്ന് ഞാൻ വിചാരിച്ചു കഴിഞ്ഞാൽ എനിക്കത് പറ്റുമോ? അറിയില്ല. ഈശ്വരിയാണ് എന്നെ കൊണ്ട്, ഈശ്വരനാണ് എന്നിലൂടെ പ്രവർത്തിക്കുന്നതെന്ന് മനസ്സിലാക്കി ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ ചെയ്തു പോവുക പറ്റുന്ന പോലെ. ഒന്നും നമ്മൾ ഓവർ സ്പീഡിലും പോണ്ട, ഒന്നും നമുക്ക് പക്ഷെ ഉപാസനാ മാർഗം എന്ന് പറയുന്നത് ഒരു നിശ്ചിത കാലയളവ് നമുക്ക് തന്നിട്ടുണ്ട്, 12 വർഷം എന്ന് പറയുന്നത്. അതിനോടകം അവൻ ഉപാസന തീർത്തിരിക്കണം. കാരണം അതിനുശേഷം ഇത് ആര് കൊടുത്തതാണ്? ദത്താത്രേയൻ പരശുരാമന് കൊടുത്തതാണ്. ആ ഒരു മഹാഷോഡശി മന്ത്രവും പഞ്ചദശി മന്ത്രവും കൊടുത്തിട്ട് പോവാൻ പറഞ്ഞു, സാധന ചെയ്യൂ. 12 വർഷം കഴിഞ്ഞ് തിരിച്ചു വന്ന പരശുരാമനെ കണ്ടപ്പോ ദത്താത്രേയന് മനസ്സിലായി ഇദ്ദേഹം എല്ലാം പൂർണ്ണമായിട്ട് ദേവിയെ ഉൾക്കൊണ്ട് കഴിഞ്ഞു. അങ്ങനെ അദ്ദേഹം രചിച്ച ബുക്കാണ് പരശുരാമ കൽപ്പസൂത്രം. അപ്പൊ ഓരോ ഉപാസകനും എന്താ വേണ്ടത്? ഗുരുവിന്റെ നിന്ന് മന്ത്രം സ്വീകരിക്കുക, ആ മന്ത്രം പരമ്പര നിർദ്ദേശിച്ച കർമ്മങ്ങളിലൂടെ യാത്ര ചെയ്യുക, ആ അൾട്ടിമേറ്റ് ഗോളായിരിക്കുന്ന, നമ്മുടെ ലക്ഷ്യമായിരിക്കുന്ന ആ ബ്രഹ്മ ഐക്യത്തെ സാക്ഷാത്കരിക്കുക, അല്ലെ? ഈശ്വര പദപ്രാപ്തി. ഇനിയും നമ്മുടെ ക്ലാസ്സിൽ തോറ്റുപോകാതെ, ഇനിയും ഈ ശരീരമെടുത്ത് ഭൂമിയിൽ വരാതെ, ഇനിയും പാപകർമ്മങ്ങളെ കൂട്ടാതെ പുണ്യകർമ്മങ്ങൾ ചെയ്ത് യാത്രയാവുക സന്തോഷത്തോടു കൂടി, പൂർണ്ണമായിട്ട്, അല്ലെ? ഒരു പൂർണ്ണ ബ്ലിസ്ഫുൾ സ്റ്റേറ്റ് എന്ന് പറഞ്ഞാൽ ഒന്നും ഒരാഗ്രഹമില്ല, ദുഃഖമില്ല, യാതൊരു വിധത്തിലും കൂടുതൽ സന്തോഷമില്ല, എപ്പോഴും ഒരു ആനന്ദാവസ്ഥയില് ആ ഈശ്വര പദപ്രാപ്തിയോടുകൂടി ഇവിടുന്ന് യാത്രയാവുക. ഇതാണ് നമുക്ക് ശ്രീവിദ്യ മന്ത്രം, ഇല്ലെങ്കിൽ ശ്രീവിദ്യ സ്വരൂപിണിയായിരിക്കുന്ന സാക്ഷാൽ ത്രിപുര സുന്ദരി നമുക്ക് തരുന്ന അനുഗ്രഹം. അപ്പൊ ആ അനുഗ്രഹത്തിന് നമ്മളെല്ലാം പാത്രീഭൂതരാവട്ടെ, അതിനെല്ലാവരും നമ്മളെ അനുഗ്രഹിക്കട്ടെ. അതിന് ഈ പറയുന്ന ഗുരുപരമ്പരയും ദേവിയും എല്ലാം നമ്മുടെ കൂടെ ഉണ്ടായിരിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ഇന്നിവിടെ നിർത്തുകയാണ്. എല്ലാവർക്കും ശ്രീമാത്രേ നമഃ.